ഗാഡ്ഗിലിന് പശ്ചിമഘട്ടം സംരക്ഷിക്കപ്പെടുന്നതുകൊണ്ട് പ്രത്യേക ഒരു നേട്ടമില്ല. അയാളൊരു സയന്റിസ്റ്റ് മാത്രമാണ്. ഒരു കമ്മിറ്റിയുടെ ചെയർമാനായി എന്നുള്ളതിൽ കവിഞ്ഞ് ഒരു ബാധകവും അയാൾ ചെയ്തിട്ടുമില്ല. ഈ ഗാഡ്ഗിലിനെ വിമർശിക്കുന്നവരും അനുകൂലിക്കുന്നവരും ഭൂരിഭാഗവും ഈ റിപ്പോർട്ടോ ഇതൊന്നും ഗൗരവമായിട്ട് പഠിക്കുകയോ വോൾട്ടേജ് ഇല്ലായ്മയുടെ പ്രശ്നം പരിഹരിക്കാൻ ആണവ നിലയം സ്ഥാപിക്കുകയോ അല്ലെങ്കിൽ താപനിലയം സ്ഥാപിക്കുകയോ അല്ല വേണ്ടത്, മറിച്ച് ഇവിടേക്ക് വൈദ്യുതിയുടെ പ്രസരണ നഷ്ടം കുറക്കുന്ന രീതിയിൽ 220 kV ലൈന് വലിക്കുകയാണ് എന്ന് പറഞ്ഞു. അത് പിന്നീട് ശരിയാണ് എന്നുള്ളത് പിൽക്കാലത്ത് തെളിയിക്കപ്പെടുകയുണ്ടായി. അതിൻ്റെ കൂടെ തന്നെ സംഭവിച്ച ഒന്നാണ് ചെർണോബിൽ ആണവ ദുരന്തം. അതുകൂടി വന്നപ്പോൾ ആളുകൾക്ക് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തമാശ. അന്നേരം അതിന് മുമ്പേ ഉണ്ടായിരുന്ന പ്രചരണം ഒരിക്കലും ആണവ നിലയം അണുബോംബ് പോലെ പൊട്ടിത്തെറിക്കുന്ന ഒന്നല്ല. നമ്മളെ അന്ന് ഈ അണുനിലയത്തിനെതിരെ ക്യാമ്പയിൻ നടത്തുന്നവരെ പുതിയ കണാതന്മാർ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. കൂടംകുളം ടൗണിൽ മൊത്തം വൈദ്യുതി വരുന്നത് കാറ്റാടിയിൽ നിന്നാണ്. അവിടെ കംപ്ലീറ്റ് അവിടുന്ന് തൂത്തുക്കുടി വരെയുള്ള സമുദ്ര തീരങ്ങളിൽ മൊത്തം കാറ്റാടി യന്ത്രങ്ങൾ നിരന്തരം പ്രവർത്തിക്കുകയും ഊർജം ഉണ്ടാക്കുകയും ആ ഊർജത്തിൽ നിന്ന് വൈദ്യുതി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ജനങ്ങൾക്കറിയാം ഈ ആണവ നിലയം ആവശ്യമില്ല എന്നുള്ളത്. കാരണം അത് അവിടെ തന്നെ ഒരു ഡെമോൺസ്ട്രേഷനാണ്. വധശിക്ഷ എന്ന് പറഞ്ഞാൽ ഒരിക്കൽ നടപ്പിലാക്കി കഴിഞ്ഞാൽ തിരിച്ചു പോകാൻ പറ്റാത്ത, ഒരിക്കൽ അബദ്ധത്തിൽ ചെയ്തു കഴിഞ്ഞാൽ ഒരിക്കലും പരിഹാരമില്ലാത്ത ഒരു ശിക്ഷയാണ്. അത് ശിക്ഷയേ അല്ല, മനുഷ്യനെ കൊല്ലലാണ്. ഒരു കൊലപാതകത്തിന്റെ ശിക്ഷയിട്ട് വേറൊരു കൊലപാതകം സ്റ്റേറ്റ് നടത്തുന്നതിന് തുല്യമാണ് വധശിക്ഷ. മാഷ് കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ കാര്യം പറഞ്ഞു. അന്ന് 80s പശ്ചിമഘട്ട സംരക്ഷണ യാത്ര നടക്കുന്നത്. അന്ന് പശ്ചിമഘട്ടം സംരക്ഷിക്കണം എന്നുള്ള വലിയൊരു സന്ദേശം ഒരുപാട് ദിവസത്തെ യാത്ര കൊണ്ട് കേരളത്തിൽ മറ്റ് മേഖലകളിൽ നൽകാൻ കഴിഞ്ഞു. പക്ഷേ നവലിബറൽ പോളിസികൾക്ക് ശേഷം നമ്മൾ കാണുന്നത് പശ്ചിമഘട്ടം തകർന്ന് തരിപ്പണമാവുന്നൊരു കാഴ്ചയാണ്. ഇന്ന് നമ്മൾ പ്രകൃതി ദുരന്തങ്ങൾ ആവർത്തിക്കുമ്പം പശ്ചിമഘട്ട സംരക്ഷണത്തെ പറ്റി വ്യാകുലരാകുകയും അതിനെപ്പറ്റി ചർച്ച നടത്തുകയും ചെയ്യുന്നു. പക്ഷേ ഇത്രയും നീണ്ട അന്ന് ഈ യാത്ര നടക്കുമ്പം നമ്മൾ ഇന്ന് കാണുന്ന രീതിയിൽ അത്രയും തീവ്രമായ പരിസ്ഥിതി ദുരന്തങ്ങൾ കേരളം കണ്ടു തുടങ്ങിയിട്ടില്ല. പക്ഷെ ഇന്നത് വളരെ കൃത്യമായി അത് ജനങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. പക്ഷെ എന്നിട്ടും ജീവിതത്തിൽ ഈ പാരിസ്ഥിതിക അവബോധം വരാതിരിക്കുന്നതിന്റെ കാരണം എന്താണ് മാഷക്ക് തോന്നുന്നത്? അത് വളരെ ഒരു സങ്കീർണമായിട്ടുള്ളൊരു അവസ്ഥയാണ്. അപ്പോൾ ഈ യഥാർത്ഥത്തിൽ ഇന്ന് പാരിസ്ഥിതിക ബോധം കുട്ടികൾക്കൊക്കെ ഉണ്ട്. നമ്മൾ ഈ സൈലന്റ് വാലിയെക്കുറിച്ച് സമരം ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് സങ്കീർണമായിട്ടുള്ള പ്രകൃതി മനുഷ്യനും തമ്മിലുള്ള ബന്ധങ്ങൾക്കുള്ള അവബോധം, അതിനെക്കുറിച്ചുള്ള അവബോധമുള്ളവർ കുറവായിരുന്നു. പക്ഷേ ഇന്ന് നമ്മൾ സ്കൂളിലെ പാഠ്യപദ്ധതിയിലടക്കം പരിസ്ഥിതി പാഠങ്ങൾ പഠിക്കുകയും കുട്ടികൾ മൊത്തം ഇത് മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ആ രീതിയിലുള്ള ഔപചാരികമായ തലത്തിലുള്ള വിദ്യാഭ്യാസം കിട്ടുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ ഔപചാരികമായ തലത്തിൽ ഒതുങ്ങുമ്പോഴും പശ്ചിമഘട്ടം നശിപ്പിക്കപ്പെടുന്നതിന് ഒരു തരത്തിലുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ പറ്റുന്നില്ല. നിലവിലുള്ള നിയമങ്ങൾ തന്നെ വെള്ളം ചേർക്കുകയും വളരെ പാരിസ്ഥിതികമായി ദുർബലമായ ഏത് സമയത്തും തകരാവുന്ന ഈ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ ചുവപ്പ് വരകളിട്ട് അടയാളപ്പെടുത്തുന്ന പ്രദേശങ്ങളിൽ പോലും ഇപ്പോൾ നമ്മൾ ഖനികളും ഖനനങ്ങളും മറ്റ് ഇടപെടലുകളും ഒക്കെ തന്നെ അനുവദിക്കുന്നു എന്നുള്ളത്. അത് വികസനത്തിൻ്റെ, അത് നമ്മൾ നേരത്തെ പറഞ്ഞ അത് തന്നെയാണ് തെറ്റായ ഒരു സങ്കല്പം. വികസനത്തിനെ കുറിച്ചുള്ള തെറ്റായ സങ്കല്പം, സാമ്പത്തിക പ്രവർത്തനം പരമാവധിയാക്കലാണ് വികസനം എന്നുള്ള ഏറ്റവും അടിസ്ഥാനപരമായ മുതലാളിത്ത തെറ്റിദ്ധാരണ ഇത്രയധികം നമ്മൾ ഉയർത്തിപ്പിടിക്കുന്നു എന്നുള്ള അതിനുള്ള ഷോക്കായിട്ടാണ് ഓരോ തവണയും. ആഗസ്റ്റ് 18 2018 ആഗസ്റ്റിലെ പ്രളയം, അത് കഴിഞ്ഞ് 19 പ്രളയം, അതിന് മുമ്പേയുള്ള ഓക്കി, പിന്നെ കാലാവസ്ഥ മുഴുവൻ അപ്സെറ്റായത്. പശ്ചിമഘട്ടം മൊത്തം ഈ പറഞ്ഞ നമ്മൾ പശ്ചിമഘട്ട യാത്രയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പല സ്റ്റേറ്റുകളും ചേർന്നിട്ട് പശ്ചിമഘട്ടത്തിൻ്റെ ദുരവസ്ഥ മാറ്റിമറിക്കാനുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ വേണ്ടി കമ്മിറ്റിയെ നിയമിക്കുന്നത്. കമ്മിറ്റിയുടെ ഒരു ചെയർമാൻ മാത്രമാണ് മാധവ ഗാഡ്ഗിൽ. ഇപ്പോൾ പശ്ചിമഘട്ടത്തിൽ ഇമാതിരി ഉരുൾപൊട്ടൽ ഉണ്ടാവുമ്പോൾ മാധവ ഗാഡ്ഗിലിനെ പരാമർശിച്ച ആൾക്കാരെ മുഴുവൻ ചീത്ത പറയുക, മാധവ ഗാഡ്ഗിലിനെ ചീത്ത പറയുക, ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ അധികാര വൃത്തങ്ങളിൽ നിന്നുണ്ടാകുന്ന സംഗതി. ഫോറസ്റ്റ് ഓഫീസടക്കം തല്ലിപ്പൊളിച്ച് ജാഥ നടത്തിയവരാണ് ഗാഡ്ഗിൽ വിരുദ്ധ
സമരം നടത്തിയ ആള്. ഈ ഗാഡ്ഗിൽ എന്ന് പറയുന്നത്, ഗാഡ്ഗിലിന് പശ്ചിമഘട്ടം സംരക്ഷിക്കപ്പെടുന്നതുകൊണ്ട് പ്രത്യേക ഒരു നേട്ടമില്ല. അയാളൊരു സയന്റിസ്റ്റ് മാത്രമാണ്. ഒരു കമ്മിറ്റിയുടെ ചെയർമാനായി എന്നുള്ളതിൽ കവിഞ്ഞ് ഒരു പാതകവും അയാൾ ചെയ്തിട്ടുമില്ല. ഈ ഗാഡ്ഗിലിനെ വിമർശിക്കുന്നവരും അനുകൂലിക്കുന്നവരും ഭൂരിഭാഗവും ഈ റിപ്പോർട്ടോ ഇതൊന്നും ഗൗരവമായിട്ട് പഠിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഈ വികേന്ദ്രീകൃത രീതിയിൽ എങ്ങനെ പശ്ചിമഘട്ടത്തിനെ സംരക്ഷിക്കുന്ന നടപടികൾ സ്വീകരിക്കാന്നുള്ള ചില നിർദ്ദേശങ്ങളാണ് ഇയാൾ വെച്ചത്. ഞങ്ങൾ പണ്ടേ ഇവിടെ വന്ന മലയോര കർഷകരെ മുഴുവൻ അടിച്ചോടിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് ബസ് തീ വെച്ച് വിമോചന സമരം മാതിരിയുള്ള സമരം നടത്താൻ ഇവിടെ ആളുകളുണ്ടായി. അപ്പൊ ഇത് ഇത്രയധികം തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന ഒരവസ്ഥ ഇവിടെ നിലനിൽക്കുന്നു. ഇത് ഈ താല്പര്യങ്ങളുടെ, നേരത്തെ ഞാൻ പറഞ്ഞ വികസനം എന്ന പേരിലുള്ള സാമ്പത്തിക താല്പര്യം എന്ന് പറഞ്ഞാൽ നേരാമണ്ണുള്ള സാമ്പത്തിക താല്പര്യമില്ല. അഴിമതിയിലൂടെ, ധൂർത്തിലൂടെ, കൃത്രിമമായ മാർഗങ്ങളിലൂടെ പെട്ടെന്ന് സമ്പത്ത് കുന്നുകൂട്ടാനുള്ള ആർത്തിയുടെ ഭാഗമായിട്ടാണ് ഈ മാതിരി കാര്യങ്ങൾ വരുന്നത്. അതിനകത്ത് പാരിസ്ഥിതിക പരിഗണനകളോ മാനുഷിക പരിഗണനകളോ ഒന്നും കടന്നു വരുന്നില്ല എന്നുള്ളതാണ്. ഇതിനെ നമ്മൾ എങ്ങനെ നേരിടും എന്നുള്ളതാണ് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. അതേപോലെ മാഷ് വളരെ സജീവമായി ഇടപെട്ടൊരു മേഖലയാണല്ലോ ആണവ വിരുദ്ധ സമരം. പെരിങ്ങോം മുതൽ കൂടംകുളം വരെയുള്ള സമരങ്ങളിൽ മാഷ് പങ്കെടുത്തു. മാത്രം ഇത് ആണവ വിപത്തിനെ പറ്റി മാത്രമല്ല, ഊർജം എങ്ങനെ നമുക്ക് ജനകീയ രീതിയിൽ ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഇത്തരം വിപത്തുള്ള മേഖലകൾക്ക് പകരം കുറച്ചും കൂടി ബദലായിട്ടുള്ള അന്വേഷണങ്ങൾ ഇതിന്റെ ഭാഗമായി നടക്കുന്നുണ്ട്. ഇത് വലിയ രീതിയിൽ ഊർജ്ജ മേഖലയിലെ ബദലന്വേഷണങ്ങൾക്കും അതുപോലെ തന്നെ ആണവ മേഖലയിലുള്ള ദുരന്തങ്ങളെ പറ്റിയിട്ടുള്ള വലിയൊരു അവബോധം സൃഷ്ടിക്കുന്നതിൽ പങ്കുവഹിച്ചു. ഇതിൽ ഈ പെരിങ്ങോം സമരം കേരളത്തിൽ അത് വിജയിക്കുകയും ചെയ്തു. ആ ഒരു വിജയത്തെ പറ്റി അതെങ്ങനെയായിരുന്നു അത് ഇത്രയും വലിയൊരു സമരം നടത്തി ഒരു വിജയത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞതെന്ന് പറയാമോ? അതിന് പല ഘടകങ്ങളും അതിനകത്തുണ്ട്. ആദ്യം തന്നെ ഭൂതത്തംകെട്ടിലാണ് ഒരു ആണവ നിലയം കേരളത്തിൽ സജസ്റ്റ് ചെയ്തത്. അപ്പം തന്നെ അവിടെയുള്ള കോളേജിൽ കോതമംഗലം എഞ്ചിനീയറിംഗ് കോളേജിൽ വർഗീസ് സാർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അവരൊക്കെ അതിനെ എതിർത്തുകൊണ്ട് മുമ്പോട്ട് വരികയും ജനങ്ങൾ സപ്പോർട്ട് ചെയ്യുകയും അത് അങ്ങനെ പേപ്പറായി കിടക്കുന്ന ഘട്ടത്തിൽ തന്നെ അത് ഒഴിവാക്കപ്പെടുകയും ചെയ്തു. അപ്പം തന്നെ അതോടൊപ്പം തന്നെ ഇവിടെ ചീമേനിയെ തൊട്ടുള്ള ഈ കണ്ണൂർ ജില്ലയുടെ കിഴക്കൻ ഭാഗങ്ങളിലെ പരന്ന് കിടക്കുന്ന പാറപ്രദേശങ്ങൾ മുഴുവൻ ഇതിനു വേണ്ടി തേടിപ്പിടിക്കുകയും അവസാനം പെരിങ്ങോത്ത് ആണവ നിലയം വേണമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രപ്പോസൽ വരികയും ചെയ്തു. അന്ന് തീരെ വോൾട്ടേജ് ഇല്ലാതെ, കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ തീരെ വോൾട്ടേജ് ഇല്ലാതെ ചന്ദനത്തിരി പോലെ കത്തുന്ന ബൾബുകളായിരുന്നു. അപ്പോൾ അന്ന് നാട്ടുകാരോട് പറഞ്ഞുകൊണ്ടിരുന്നത്, ഇവിടെയുള്ള ആണവ നിലയത്തിൻ്റെ വക്താക്കൾ പറഞ്ഞുകൊണ്ടിരുന്നത്, ഇവിടെ ആണവ നിലയം വന്നാൽ മാത്രമേ ഇവിടെയുള്ള വൈദ്യുത പ്രതിസന്ധി പരിഹരിക്കാൻ പറ്റൂ, അതുകൊണ്ട് ഉടനെ അത് വേണമെന്നാണ്. ഞങ്ങൾ പറഞ്ഞു, ഈ ആണവ നിലയം എന്ന് പറയുന്നത് വലിയ ആപൽക്കരമായിട്ടുള്ള ഒരു സാധനമാണ്, പാരിസ്ഥിതികമായിട്ടുള്ള ഏതൊരു തരത്തിലുള്ള നീതീകരണവും ഇല്ലാത്തതാണ്, മാത്രമല്ല അത് ഏറ്റവും ചെലവേറിയിട്ടുള്ള ഒരു ഓപ്ഷനാണ്, ഏറ്റവും അപകടകരമായിട്ടുള്ള ഒന്നാണ്, മാത്രമല്ല നമുക്ക് ബദൽ ഊർജ സ്രോതസ്സുകളുണ്ട്. അതുമല്ല ഈ കണ്ണൂർ ജില്ലയിലും കാസർഗോഡ് ജില്ലയിലുള്ള വോൾട്ടേജ് ഇല്ലായ്മയുടെ പ്രശ്നം പരിഹരിക്കാൻ ആണവ നിലയം സ്ഥാപിക്കുകയോ അല്ലെങ്കിൽ താപനിലയം സ്ഥാപിക്കുകയോ അല്ല വേണ്ടത്, മറിച്ച് ഇവിടേക്ക് വൈദ്യുതിയുടെ പ്രസരണ നഷ്ടം കുറക്കുന്ന രീതിയിൽ 220 kV ലൈന് വലിക്കുകയാണ് എന്ന് പറഞ്ഞ് അത് പിന്നീട് ശരിയാണ് എന്നുള്ളത് പിൽക്കാലത്ത് തെളിയിക്കപ്പെടുകയുണ്ടായി. ജനങ്ങളുടെ സപ്പോർട്ട് എങ്ങനെയായിരുന്നു? ജനങ്ങൾ ഈ സമരത്തിന് നല്ല സപ്പോർട്ടായിരുന്നു. ഞങ്ങൾ വീട് വീടാന്തരം നടത്തിയ ക്യാമ്പയിൻ അതിനെക്കുറിച്ചുള്ള ധാരാളം ലഘുലേഖകൾ വിതരണം ചെയ്തു. ഡോക്ടർ സുരേന്ദ്ര ഗഡേക്കർ, സംഘമിത്ര ഗഡേക്കർ, RVG മേനോന്മാരുള്ള ഒരുപാട് ആണവ വിരുദ്ധ ശാസ്ത്രജ്ഞന്മാർ ഇവിടെ വന്ന് പ്രസംഗിക്കുകയും സ്ലൈഡ് കാണിക്കുകയും ഒക്കെ ചെയ്തു. ഞങ്ങൾ ലഘുലേഖകൾ പ്രസിദ്ധീകരിച്ചു. ഇതിനെതിരായിട്ടുള്ള പ്രതിഷേധ മാർച്ചുകൾ നടത്തി. 4 ദിവസം നീണ്ടു നിൽക്കുന്ന കണ്ണൂർ കലക്ടറേറ്റിലേക്കുള്ള മാർച്ച് അന്ന് MT വാസുദേവൻ നായർ, അതുമാതിരി വീരേന്ദ്രകുമാറൊക്കെ വന്നിട്ട് പെരിങ്ങോത്ത് നിന്ന് ഉദ്ഘാടനം ചെയ്തു. മറ്റേ പൗലോസിന്റെ മാതിരിയുള്ള ആൾക്കാർ അന്ന് വന്നു. അതിൻ്റെ സമാപനത്തിൽ സുഗതകുമാരി, സുകുമാർ അഴീക്കോട് തുടങ്ങിയിട്ടുള്ള സാഹിത്യ നായകന്മാരും KV സുരേന്ദ്രനാഥനെ പോലുള്ള പരിസ്ഥിതിയോട് ആഭിമുഖ്യമുള്ള
പിന്നെ രാഷ്ട്രീയ നേതാക്കളും ഒക്കെ തന്നെ അതിനകത്ത് പങ്കെടുത്തിരുന്നു. അന്ന് നാരായൺ ദേശായിയുടെ ആ. ഈ സമ്പൂർണ്ണ ക്രാന്തി വിദ്യാലയത്തിൽ നിന്ന് ഒരു റാലിയൊക്കെ വരുന്നുണ്ടായിരുന്നില്ലേ? അന്ന് സഹദേവട്ടനൊക്കെ അതിനുവേണ്ടി ഉണ്ടായിരുന്നു അല്ലേ? ഉണ്ടായിരുന്നു. അന്ന് സമ്പൂർണ്ണ ക്രാന്തി വിദ്യാലയത്തിൽ നിന്ന് പെരിങ്ങോട്ടേക്ക് ഒരു സൈക്കിൾ റാലി വരുന്നുണ്ട്. അതിനകത്ത് സഹദേവനൊക്കെ ഉണ്ട്. സഹദേവനൊക്കെ പിന്നെ വലിയ ഒരു ആക്ടിവിസ്റ്റ്, ആണവ വിരുദ്ധ ആക്ടിവിസ്റ്റായിട്ട് വേശ്യയിൽ നിന്ന് പിന്നീട് മാറുകയും ഇപ്പോൾ ഇന്ന് കാണുന്ന രീതിയിലുള്ള വലിയ ഒരു ആക്ടിവിസത്തിൻ്റെ മേഖലയിലേക്ക് മുഴുസമയ വിനിയോഗിക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് സഹദേവനൊക്കെ എത്തിപ്പെട്ടതിൻ്റെ പേരിൽ ഈ സമരങ്ങളിലുള്ള അനുഭവവും ഈ വേദിച്ചി പോലുള്ള സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടതിൻ്റെ ഒരു അനുഭവവും ഒക്കെയാണ് ഉള്ളത്. അണുമുക്തിയും അന്ന് അണുമുക്തി വളരെ ശക്തമായിട്ട് പ്രസിദ്ധീകരിച്ചുകൊണ്ടിരുന്ന ഒരു മാസികയാണ്. അത് വലിയൊരു സപ്പോർട്ടായിരിക്കും. പിന്നെ അണുമുക്തി വലിയ സപ്പോർട്ടാണ്. നമ്മുടെ ആണവവിരുദ്ധ സമയത്തിന് മിക്കവാറും സാഹിത്യകാരന്മാർ, കലാകാരന്മാർ, പിന്നെ കവികൾ, അങ്ങനെ വളരെ വിവിധ നാനാ തുറകളിൽ നിന്നുമുള്ള പിന്തുണയുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ സംഭവിച്ച ഒന്നാണ് ചെർണോബിൽ ആണവ ദുരന്തം. അതുകൂടി വന്നപ്പോൾ ആളുകൾക്ക് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തമാശ. അന്നേരം അതിന് മുമ്പേ ഉണ്ടായിരുന്ന പ്രചരണം ഒരിക്കലും ആണവ നിലയം അണുബോംബ് പോലെ പൊട്ടിത്തെറിക്കുന്ന ഒന്നല്ല. നമ്മളെ അന്ന് ഈ അണുനിലയത്തിനെതിരെ ക്യാമ്പയിൻ നടത്തുന്നവരെ പുതിയ കണാദന്മാർ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെയുള്ള ഭരണാധികാരികൾ. അപ്പോൾ പുതിയ കണാദന്മാരാണ് ഇവർ എന്നൊക്കെ പറഞ്ഞു. അതിന്നിപ്പോഴും തുടങ്ങുന്നുണ്ട്. അത് മാറിയെന്നല്ലേ ഇപ്പം? അല്ല, ആ രീതിയിൽ ഈ വികസനം എന്ന് പറഞ്ഞാൽ ഒരു പവിത്ര വിഷയമാണ്. അതിനെ നമ്മൾ എന്താണ് വികസനം എന്ന്, ഈ വികസനം എന്ന് എപ്പോഴും ഉരുവിടുന്നവർക്ക് കൃത്യമായ ഒരു ധാരണയുണ്ടെന്ന് തോന്നുന്നില്ല. അല്ലെങ്കിൽ ഈ വികസനത്തിന് വേണ്ടി നിലകൊള്ളുക, ബാക്കിയുള്ളവരൊക്കെ വികസനത്തിനെതിരാണ്, രാജ്യത്തിനെതിരാണ്. ആണവ നിലയത്തെ എതിർക്കുന്നവർ രാജ്യദ്രോഹികളാണ്. കൂടംകുളത്തിൽ ഉയർത്തിയ പ്രധാനപ്പെട്ട രാജ്യദ്രോഹികൾ എന്നുള്ളതാണ് അവരുടെ ചാർജ്. രാജ്യദ്രോഹികളാണ് എന്നുള്ളതാണ്. അതായത് ഇതെങ്ങനെയാണ് വികസനമാവുന്നത്, ഏത് തരത്തിലാണ്? നമ്മുടെ ഊർജോൽപാദനത്തിൽ എന്തെങ്കിലും സംഭാവന ചെയ്യുന്നുണ്ടോ? ഇന്ത്യയിൽ മൊത്തമുള്ള ആണവ നിലയങ്ങൾ കൂടിയിട്ട് ഈ നമ്മുടെ മൊത്തം ഊർജ ആവശ്യത്തിന്റെ 3% പോലും നിറവേറ്റുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ഇത്രയധികം ചെലവേറി ദുർവ്യയം ചെയ്ത് ഇത്രയധികം ഭീഷണി ഉണ്ടാക്കുന്ന, ഒരിക്കലും നമുക്ക് ഡീകമ്മീഷൻ ചെയ്യാൻ പോലും സാധ്യമല്ലാത്ത 10,000-കണക്കിന് വർഷങ്ങളിലേക്ക് വികിരണ മാലിന്യം ഒരു ഭീഷണിയായിട്ട് അവശേഷിപ്പിക്കുന്ന ഒരു സാങ്കേതിക വിദ്യയെ നമ്മൾ എന്ത് വികസനത്തിന്റെ പേരിലാണ് പ്രേരിപ്പിക്കുക അല്ലെങ്കിൽ പ്രോത്സാഹിപ്പിക്കുക? ആണവ നിലയത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഈ ഭരണകൂടത്തിന് ഈ ഊർജത്തിന് വേണ്ടിയിട്ടുള്ളൊരു ഭ്രാന്ത് പിടിച്ച ഓട്ടാണല്ലോ. അപ്പം കൂടംകുളം സമരം നടക്കുന്ന സമയത്ത് നമ്മുടെ അന്നത്തെ പ്രസിഡന്റ് APJ അബ്ദുൽ കലാം അദ്ദേഹം പറഞ്ഞത് ഈ ഊർജ്ജ സ്രോതസ് എന്ന് പറയുന്നത് ഏറ്റവും ക്ലീനായ, ഏറ്റവും സുരക്ഷിതമായ ഊർജ്ജ സ്രോതസ്സാണ്. പക്ഷെ ആ ഗ്രാമത്തിൽ 25,000-ഓളം വരുന്ന ആളുകൾ പറഞ്ഞത് ഞങ്ങൾക്ക് ഈ ഊർജം വേണ്ട എന്നാണ്. അപ്പോൾ എനിക്ക് മഷോട് ചോദിക്കാനുള്ള കാര്യം, APJ അബ്ദുൽ കലാം എന്നുള്ള വ്യക്തി രാഷ്ട്രപതിയായിരുന്നു, സയൻറ്റിസ്റ്റ് ആയിരുന്നു. അദ്ദേഹം ലളിത ജീവിതം, ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങളുടെ പേരിൽ ഒരുപാട് അറിയപ്പെടുകയും കുട്ടികൾക്ക് വരെ ഏറ്റവും മോട്ടിവേഷണൽ ആയിട്ടുള്ള ഒരു സോഴ്സ് ആയിട്ടാണ് ഇപ്പോൾ ഒരുപാട് പുസ്തകങ്ങൾ. വിങ്സ് ഓഫ് ഫയർ വളരെ പോപ്പുലർ ആണ്. പക്ഷെ ഈ ഒരു സൈഡ്, ഈ വികസനം എന്നുള്ളത് ഏറ്റവും ഒരുപക്ഷെ നമ്മൾ വളരെ ലളിതമായ ജീവിതത്തിന്റെ പേരിലൊക്കെ ആഘോഷിക്കപ്പെടുമ്പോൾ അദ്ദേഹം എന്തിനു വേണ്ടി നിലകൊണ്ടു എന്നുള്ള സൈഡ് ചർച്ച ചെയ്യാതെ പോയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. മാഷക്ക് എന്താ തോന്നുന്നത്? തീർച്ചയായിട്ടും അദ്ദേഹം പലപ്പോഴും അദ്ദേഹത്തെ ഒരു ശാസ്ത്രജ്ഞൻ എന്ന് പറയുന്നതിനേക്കാളും അദ്ദേഹം ഒരു സാങ്കേതിക വിദഗ്ധനായിരുന്നു എന്നുള്ളതാണ് വസ്തുത. അതങ്ങനെ ഈ പറഞ്ഞ ഏറ്റവും ചെലവ് കുറഞ്ഞ ഊർജം, വൃത്തിയുള്ള ഊർജം, മലിനീകരിക്കാത്ത ഊർജം എന്നൊക്കെയുള്ളത് ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ്റെ പരസ്യത്തിനുള്ള വാചകങ്ങളാണ്. അതിനൊന്നും ശാസ്ത്രീയമായ അടിസ്ഥാനമില്ല. ലോകം മുഴുവൻ അത് തെളിയിച്ചു കഴിഞ്ഞാണ് ചെർണോബിലുണ്ടായി, പിന്നെ ഫുക്കുഷിമ ഉണ്ടായി. ആവർത്തിച്ച് ആണവ ദുരന്തങ്ങൾ ഉണ്ടാവുകയും അത് ഒന്നും അതിൻ്റെ അനന്തരഫലങ്ങളൊന്നും മനുഷ്യന് നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിലുള്ള സങ്കീർണതകൾ ഉൾക്കൊള്ളുന്നതാണ് എന്നും ഒക്കെ ലോകത്തിന് ബോധ്യപ്പെട്ട സമയത്താണ് ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് നാട്ടുകാർക്ക് വ്യക്തമായ ഒരു കാര്യം നമ്മുടെ ഭരണാധികാരികൾക്ക് പലപ്പോഴും വ്യക്തമാവുന്നില്ല എന്നുള്ളതാണ് അതിനകത്തുള്ള സംഗതി. അല്ലെങ്കിൽ അവരുടെ താല്പര്യങ്ങൾ വേറെ എന്തൊക്കെയോ ആണ്. ആണവ പിന്നെ ഊർജം പ്രോത്സാഹിപ്പിച്ചുകൊണ്ട്
മറ്റു പല തരത്തിലുള്ള മേധാവിത്വങ്ങളാണ് അവർ ലോക രാജ്യങ്ങളുടെ ഇടയിൽ ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടിയാണ് അത് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ലോകത്ത് ഇത്തരത്തിലുള്ള വലിയ ന്യൂക്ലിയർ പവർ കമ്പനികളുമായിട്ടുള്ള സഹകരണം ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള ബന്ധങ്ങളും അതൊക്കെയാണ് അവർ ആലോചിച്ചുകൊണ്ടിരുന്നത്. അപ്പം തന്നെ ഈ ആണവ വിമർശനം നടത്തുന്ന എല്ലാ സമയത്തും ബദൽ ഊർജങ്ങളുടെ, പ്രത്യേകിച്ചും പുതുക്കാവുന്ന ഊർജ സ്രോതസ്സുകളുടെ വികസനത്തിനെ കുറിച്ചിട്ടുള്ള ചർച്ചകൾ വളരെ സജീവമായിട്ട് മുമ്പോട്ട് പോകുന്നുണ്ടായിരുന്നു. കാറ്റിൽ നിന്നുള്ള ഊർജം, സൗരോർജം, അതൊക്കെ അന്ന് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഇവർ കളിയാക്കി തന്നു. ഇപ്പം ഈ കൂടംകുളം തന്നെ, കൂടംകുളം ടൗണിൽ മൊത്തം വൈദ്യുതി വരുന്നത് കാറ്റാടിയിൽ നിന്നാണ്. അവിടെ കംപ്ലീറ്റ് അവിടെ നിന്ന് തൂത്തുക്കുടി വരെയുള്ള സമുദ്ര തീരങ്ങളിൽ മൊത്തം കാറ്റാടി യന്ത്രങ്ങൾ നിരന്തരം പ്രവർത്തിക്കുകയും ഊർജം ഉണ്ടാക്കുകയും ആ ഊർജത്തിൽ നിന്ന് വൈദ്യുതി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ജനങ്ങൾക്കറിയാം ഈ ആണവ നിലയം ആവശ്യമില്ല എന്നുള്ളത്. കാരണം അത് അവിടെ തന്നെ ഒരു ഡെമോൺസ്ട്രേഷനാണ്. നമ്മളെപ്പോൾ കൂടംകുളത്തുള്ള സമരത്തിന് പോകുമ്പോൾ നമ്മൾ കടന്നു പോകുന്നത് കാറ്റാടി യന്ത്രങ്ങൾക്കിടയിലൂടെയാണ്. ആ കാറ്റാടി യന്ത്രങ്ങളിലൂടെ ഊർജ്ജം ഉണ്ടാക്കാൻ പറ്റുന്നത്. ഇപ്പൊ അങ്ങനെ പറയുന്നില്ലല്ലോ. ഇപ്പൊ ബദൽ ഊർജത്തിന് വേണ്ടി അവർ, അത് ബദൽ ഊർജ്ജമായാലും ആണവ ഊർജ്ജമായാലും മുതലാളിത്തത്തിന് എന്തേ വേണ്ടു, അത് വിറ്റ് ലാഭം ഉണ്ടാക്കണം, ഉൽപാദനം നടക്കണം, അത് വിറ്റ് ലാഭം ഉണ്ടാക്കാൻ പറ്റണം. അങ്ങനെ ആണവ വിരുദ്ധ ചർച്ചകൾ പലപ്പോഴും പാരിസ്ഥിതികമായ സുസ്ഥിതിയുമായി ബന്ധപ്പെടുത്തി പുതുക്കാവുന്ന ഊർജ സ്രോതസ്സുകളുടെ വികസനത്തിനെ കുറിച്ചുള്ള ചർച്ചകളിൽ ഊന്നുകയുണ്ടായി. അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് നയവ്യതിയാനങ്ങൾ ഉണ്ടാവുകയും, ജർമ്മനി മാതിരിയുള്ള രാജ്യങ്ങളിൽ അങ്ങനെയാണ്. ഏഞ്ചല മെർക്കൽ ആണവ നിലയങ്ങൾ മുഴുവൻ നമ്മൾ അടച്ചുപൂട്ടുകയാണ്, ഇനി മുഴുവൻ നമ്മൾ സൗരോർജ നിലയങ്ങളിലൂടെ അല്ലെങ്കിൽ വിൻഡ് ടർബൈനുകളിലൂടെയാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞുകൊണ്ട് അവരൊരു നയവ്യതിയാനം സ്വീകരിക്കുകയുണ്ടായി. യൂറോപ്പിൽ ഒരുപാട് സ്ഥലങ്ങളിൽ അതൊരു മാതൃക ആക്കി മാറ്റുകയുണ്ടായി എന്നുള്ളതാണ്. ഇന്ത്യയിലും ഇന്നിപ്പോൾ ഈ പറയുന്ന ബദൽ ഊർജ സ്രോതസ്സുകളിൽ നിന്നുള്ള വിദ്യുത് ശക്തിയുടെ തോത് വളരെ കൂടിയിട്ടുണ്ട്. പക്ഷെ കേരളത്തിൽ ഇപ്പൊ വീണ്ടും ആണവ നിലയങ്ങളെ പറ്റി ചർച്ച തുടങ്ങിക്കൊണ്ടിരിക്കും. അതാ പറയുന്നത്, അങ്ങേ അറ്റത്തെ അസംബന്ധം എന്നല്ലാണ്ട് ഇതിനെക്കുറിച്ച് ഒന്നും പറയാനില്ല. കാരണം ഈ തരത്തിലുള്ള ബദൽ ഊർജ സ്രോതസ്സുകളുടെ വികസനത്തിന് സാധ്യതയുണ്ട് എന്നിരിക്കുക. അതിനകത്ത് അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. ഏതും ഈ പാരിസ്ഥിതികമായ ഒരു കോടരത്തിനുള്ളിൽ വെച്ചിട്ടാണ് നടക്കേണ്ടത് എന്നുള്ളത് നമ്മുടെ ഒരു സംഭവമുണ്ട്. അതും ചില വ്യതിയാനങ്ങൾ, ഇതിൻ്റെ പ്രാഥമികമായിട്ട് ഇതിന് വേണ്ട സംഗതികൾ ഉണ്ടാക്കാനുള്ള ഊർജത്തിൻ്റെ വിനിയോഗം, അതുമാതിരിയുള്ള മലിനീകരണ സാധ്യത, പാഴാകുന്ന സംഗതികൾ, ഇതൊക്കെ ഇതിനകത്തും വരും പിന്നീട്. പക്ഷെ എന്നാൽ പോലും ഇത് വികസിപ്പിച്ചെടുക്കാനുള്ള താരതമ്യേന ആണവ ഊർജവുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ അപകടം ഏറ്റവും കുറഞ്ഞ രീതിയിലുള്ള ബദൽ മാർഗങ്ങൾ നമ്മുടെ മുമ്പിൽ നിൽക്കെ ഇപ്പോഴും ആണവ നിലയം വേണമെന്ന് വെറുതെ ഇങ്ങനെ വാദിച്ചു. ലോകത്ത് എവിടെയും ആണവ നിലയം ലാഭകരമായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നില്ല. എവിടെയും അത് ഒരു ആശാസ്യമായ രീതിയിൽ, യുക്തിസഹമായ രീതിയിൽ ഉപയോഗിക്കപ്പെടുന്നില്ല. ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ആണവ വൈദ്യുതിയുടെ ഷെയർ ഉള്ളത് ഫ്രാൻസിൽ മാത്രമാണ്. അത് ഫ്രാൻസിൽ നിലനിൽക്കാൻ കാരണം എന്ന് പറയുന്നത് അവിടെ കൽക്കരി തുടങ്ങിയിട്ടുള്ള പരമ്പരാഗത ഊർജ സ്രോതസ്സുകളുടെ അഭാവമാണ്. അപ്പോൾ അതിനൊരു കാരണമുണ്ട്, ചരിത്രപരമായിട്ടുള്ളൊരു കാരണമുണ്ട് ഫ്രഞ്ചുകാർ ആണവ വൈദ്യുതി പ്രോത്സാഹിപ്പിക്കാൻ. അപ്പം ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത്, ഇത്തരത്തിൽ ബദൽ ഊർജ സ്രോതസ്സുകളുടെ വികാസത്തിനെ കുറിച്ചും മൊത്തത്തിൽ ഊർജം തന്നെ വളരെ പരിരക്ഷണ ബോധത്തോടെ കുറഞ്ഞ തോതിൽ ഉൽപ്പാദിപ്പിക്കണം എന്ന് പറയുന്നത്. ഈ ഊർജം കുറച്ച് ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ ഉപകരണങ്ങളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുക, അതാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഇപ്പം തന്നെ ഇപ്പോൾ പുതിയ ഫാനുകളും പുതിയ ലൈറ്റുകളും ഒന്നും പണ്ടത്തെ മാതിരി അത്രയും വാട്ട്സ് കറണ്ട് വേണ്ട. ഇലക്ട്രിസിറ്റി ബോർഡ് തന്നെ ഒരുപാട് ഊർജ ദക്ഷതയുള്ള ബൾബുകൾ വിതരണം ചെയ്തപ്പോൾ ഉപയോഗം ഗണ്യമായിട്ട് കുറഞ്ഞു. ഇപ്പോൾ ഫാനുകൾ, പുതിയ ഫാനുകളൊക്കെ അങ്ങനെയാണ്. പഴയ നമ്മുടെ 60 വാട്ട് 100 വാട്ട് ഫാനുകളെ പോലെ ഇന്ന് ഊർജം ഉപയോഗിക്കുന്നില്ല. 15 വാട്ടും 25 വാട്ടും ബൾബുകൾ ആണ് നമ്മൾ ഇന്ന് മാക്സിമം ഫ്ലൂറസെൻ്റ് ലാമ്പുകൾ ഉപയോഗിക്കുന്നു.
അതേസമയം ഈ ശാസ്ത്ര സാങ്കേതിക വിദ്യകളെ വിമർശനാത്മകമായി നോക്കിക്കാണേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. മാഷ് തന്നെ എഴുതിയല്ലോ ഒരു ലേഖനത്തിൽ പറയുന്നുണ്ട്, ഈ മനുഷ്യന്റെ അനുഭവ ജ്ഞാനത്തെ പുച്ഛിച്ചു തള്ളുകയാണ് സാധാരണ ശാസ്ത്രജ്ഞന്മാർ ചെയ്യുന്നത്. മനുഷ്യന്റെ സെൻസസ്, കണ്ണ്, കാഴ്ച, ചെവി, ത്വക്ക്, ഇതിലൂടെ കിട്ടുന്ന അനുഭവത്തെ ഒരു തരത്തിലും ഇവർ അംഗീകരിക്കുന്നില്ല. അപ്പൊ ഈ ശാസ്ത്രയുക്തി ഒരുപക്ഷെ ലാബിലൊക്കെ ടെസ്റ്റ് ചെയ്ത് അതിന്റെ ആ പ്രോസസ്സിലൂടെ കടന്നു വരുന്നതിനെ മാത്രം ശാസ്ത്രീയം എന്ന് കരുതുകയും മനുഷ്യന്റെ അനുഭവത്തെ നിരാകരിക്കുകയും ചെയ്യുന്ന ഈ ശാസ്ത്രയുക്തിയുടെ പ്രശ്നം എന്ന് അവിടെയും വരുന്നത് പലപ്പോഴും മുതലാളിത്തത്തിന്റെ യുക്തി തന്നെയാണ്. ഈ അനുഭവൈകവാദം എന്ന് പറഞ്ഞ് നമ്മൾ അമ്മാതിരി ഒരു എംപിരിസിസത്തിലേക്ക് മൊത്തം കാര്യങ്ങൾ കൊണ്ടുപോകണം എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് നമ്മൾ അനുഭവജ്ഞാനത്തിന് ദീർഘകാലമായിട്ട് ആയിരക്കണക്കിന് കൊല്ലങ്ങളായിട്ട് മനുഷ്യർ അനുഭവത്തിലൂടെ സഞ്ചയിച്ച അറിവിന് അതിൻ്റെ മൂല്യം നമ്മൾ കൊടുത്തേ പറ്റൂ. അതിൻ്റെ മെത്തഡോളജി ആധുനിക ശാസ്ത്രത്തിൻ്റെതല്ല, അതിൻ്റെ റീസണിങ്, അതിൻ്റെ ന്യായീകരണങ്ങൾ അങ്ങനെ വരുന്നതുമല്ല. ഈ പറയുന്ന ലാബിൽ കൂടെ പ്രൂവ് ചെയ്യാൻ പറ്റുന്ന ആയുർവേദത്തിൻ്റെ ഒരു ഉദാഹരണം മാത്രം നമുക്ക് എടുക്കാം. എത്രയോ ആയിരക്കണക്കിന് കൊല്ലങ്ങളായിട്ട് നമ്മുടെ പല രോഗങ്ങൾക്കും പരിഹാരം ഉണ്ടാക്കിയിട്ടുള്ളത്, ചികിത്സ തന്നിട്ടുള്ളത് ആയുർവേദമാണ്. അത് അനുഭവമാണ്. ഇപ്പോഴും ആധുനിക വൈദ്യത്തിൻ്റെ എല്ലാ സജ്ജീകരണങ്ങളും ശാസ്ത്രീയമായ സകല ഏർപ്പാടുകളും ഉണ്ടായിട്ടും പരാജയപ്പെട്ടു പോയ ഒട്ടേറെ കേസുകളിൽ നമ്മുടെ പരമ്പരാഗത ചികിത്സാ രീതികൾ വിജയിക്കുന്നതായിട്ട് നമുക്ക് അതുകൊണ്ടാണ് അത് നിലനിൽക്കുന്നത്. അല്ലെങ്കിൽ അത് പണ്ടേ പൂട്ടിപ്പോകും. ഇപ്പോൾ ആയുർവേദം ഒരു സ്യൂഡോ സയൻസ് ആണ് എന്നുള്ള വാദമുണ്ട്. അത് ഉരുത്തിരിഞ്ഞ് വന്നത് വളരെ സയൻറ്റിഫിക് മെത്തേഡുകളിലൂടെയാണ്. പക്ഷെ അത് വന്ന മാർഗങ്ങൾ നമുക്ക് എവിടെയോ ചരിത്രത്തിൻ്റെ ഏതോ ഘട്ടത്തിൽ വെച്ച് നഷ്ടപ്പെട്ടു പോയതാണെന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം അങ്ങനെ അല്ലെങ്കിൽ ഈ തരത്തിലുള്ള അനുഭവങ്ങളിലൂടെ നമുക്ക് ബോധ്യപ്പെടുന്ന സിദ്ധികൾ അതിനകത്ത് ഉണ്ടാകുമായിരുന്നില്ല. അതുണ്ട്. അതുകൂടി അംഗീകരിക്കുകയും അല്ലെങ്കിൽ എങ്ങനെയാണ് ആയുർവേദം ഈ രീതിയിലുള്ള ചികിത്സകളിൽ വിജയകരമാവുന്നത് എന്ന് പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ ബോധ്യപ്പെടുത്തുകയും ചെയ്യേണ്ട ബാധ്യത കൂടി ആധുനിക ശാസ്ത്രത്തിനുണ്ട്. അതാണ് ശാസ്ത്രത്തിൻ്റെ മെത്തേഡ്. എപ്പോഴും തുറന്ന മനസ്സുണ്ടാവുക, കാര്യങ്ങളെ പഠിച്ച് അതിനകത്ത് നിന്ന് നിഗമനങ്ങളിൽ എത്തുക. ഉടനെ ഇതിപ്പോൾ കുറേയൊക്കെ സയൻറ്റിസ്റ്റിക് അല്ലെങ്കിൽ ശാസ്ത്രമാത്രവാദത്തിൻ്റെ ഒരു അന്ധതയിലേക്ക് കാര്യങ്ങൾ പോകുന്ന ഒരു രൂപമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടോ ഒരു കേവല യുക്തിവാദത്തിൻ്റെ ഒരു 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 വരണ്ട യുക്തിയിലേക്ക് പലതും ചുരുക്കപ്പെടുന്നു, ലളിതവൽക്കരിക്കപ്പെടുന്നു. ഒരുപക്ഷെ അതിന് മാഷ് നേരത്തെ പറഞ്ഞ ഈ മുതലാളിത്ത സാമ്പത്തിക ക്രമവുമായി അഭേദ്യമായ ബന്ധമുണ്ട് താനും. തീർച്ചയായിട്ടും അതുണ്ട്. അതേപോലെ മാഷ് പെരിങ്ങോം ആണവ നിലയത്തിനെതിരെയുള്ള സമരത്തിൽ പങ്കെടുത്ത പോലെ തന്നെ ഈ വടക്കൻ കേരളത്തിൽ നടന്ന മറ്റ് പരിസ്ഥിതി സമരങ്ങളിലും പങ്കെടുത്തിരുന്നല്ലോ. മാടായിപ്പാറയിലെ ലിഗ്നൈറ്റ് ഖനനത്തിനെതിരായി, അതുപോലെ തന്നെ ചീമേനി, അത് ഈ തൃക്കരിപ്പൂർ ഒക്കെ നടന്ന താപനിലയത്തിനെതിരായ സമരം, കണ്ടങ്കാളി സമരം, എനിക്ക് ചീമേനി തന്നെ വേറൊരു പെട്രോൾ കെമിക്കൽസിനെതിരായ സമരം ഉണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ വിജയിച്ച സമരങ്ങൾ, അതിൽ നിന്നാണ് ഇരിണാവ് നടന്ന സമരം, താപനിലയത്തിനെതിരെ. അങ്ങനെ വടക്കൻ കേരളത്തില് മറ്റു പല സമരങ്ങളും ലക്ഷ്യം കണ്ടില്ലെങ്കിലും ഇങ്ങനെ വിജയിച്ച സമരങ്ങളുടെ ഒരു പരമ്പര ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അതിനെങ്ങനെയാണ് മാഷ് വിലയിരുത്തുന്നത്? അത് ഈ ഓരോ സമരവും ഒറ്റ ഇഷ്യൂ, ഒരു സമരം ആണവ നിലയത്തിനെതിരെ അല്ലെങ്കിൽ താപനിലയത്തിനെതിരെ അല്ലെങ്കിൽ ഇന്ന് എതിരെ അങ്ങനെ അതിനെ ചിത്രീകരിക്കുന്നതിൽ കാര്യമില്ല. കാരണം ഒരേ തരത്തിലുള്ള വികസന സങ്കല്പത്തിൻ്റെ വിവിധ പ്രകടിത രൂപങ്ങളാണ് ഇതിൽ ഓരോന്നും. ഈ പറയുന്ന വികസന സങ്കല്പത്തിനെ തന്നെ അടിസ്ഥാനപരമായി ചോദ്യം ചെയ്തുകൊണ്ട് മനുഷ്യൻ്റെ ഒരു സ്വാസ്ഥ്യമുള്ള ജീവിതം ഉറപ്പുവരുത്തുന്ന രീതിയിൽ പാരിസ്ഥിതിക സുസ്ഥിതി ഉറപ്പുവരുത്തുന്ന ഒരു സമര മാർഗം ആണ് നമ്മളെപ്പോഴും അവലംബിച്ചിട്ടുള്ളത്. ഈ പരിസ്ഥിതിയുടെ സുസ്ഥിതിയെ നമുക്ക് നിലനിർത്തണം. മനുഷ്യൻ്റെ ജീവിതവും പരിസ്ഥിതിയുടെ സുസ്ഥിതിയുമായി അഭേദ്യമായ ബന്ധമുണ്ട് എന്നുള്ള കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ ഓരോ വ്യത്യസ്ത വിഷയങ്ങളിലും നമ്മൾ സമരം ചെയ്തിട്ടുള്ളത്. അതിൻ്റെ പൊതു ഘടകം ഇതാണ്. രാഷ്ട്രീയ പാർട്ടികൾ എതിർപ്പെന്ന് വന്നിട്ടുണ്ടായിരുന്നില്ല. രാഷ്ട്രീയ പാർട്ടികൾ പലപ്പോഴും നമ്മൾ വികസന വിരുദ്ധരാണ് എന്നൊക്കെയുള്ള പ്രചരണമൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിലും അവർക്ക് യുക്തിസഹമായി നമ്മൾ ഉന്നയിച്ച വാദമുഖങ്ങളെ വേണ്ട രീതിയിൽ അങ്ങനെ കണ്ണിക്കാൻ കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല രാഷ്ട്രീയ പാർട്ടികൾ എപ്പോഴും
ആളുകൾ പറയുന്ന എല്ലാം അതേപടി അംഗീകരിക്കുകയോ അതേപടി വിയോജിക്കുകയോ ചെയ്യുന്ന രീതിയിൽ അവർക്ക് ആത്യന്തികമായി അവർക്ക് വോട്ട് വേണം. ജനങ്ങൾ മുഴുവൻ ഒരു കോസിനെ പിന്തുണക്കുമെങ്കിൽ അവർക്ക് ഇഷ്ടമില്ലെങ്കിൽ പോലും അതിനെ പിന്തുണക്കാൻ അവർ നിർബന്ധിതരാകും. ഇപ്പം ഈ ഇരിണാവിലെ താപനിലയം ഒഴിവാകുന്നത് അന്നേരം അച്യുതാനന്ദ ആണ് അന്നേരം മുഖ്യമന്ത്രി. അവിടെയുള്ള കണ്ടൽക്കാടുകളുടെ മൊത്തം നാശത്തിൽ, കണ്ടൽക്കാടുകൾ നിബിഡമായ ഒരു പ്രദേശമാണ് ഇരിണാവ്, അത് മുഴുവൻ നശിച്ചു പോവും. അത് പിന്നെ CRZ-1, അതായത് കോസ്റ്റൽ റെഗുലേഷൻ സോൺ 1 പെട്ട മേഖലയാണ് ഈ കണ്ടൽക്കാടുകൾ മുഴുവൻ. അത് നശിച്ചു പോവും എന്നുള്ള ആ ഒരു മുഖ്യമായ ഒരു പോയിന്റ് ഉന്നയിച്ചുകൊണ്ടാണ് അവിടെയുള്ള താപനിലയം അന്തിമമായിട്ട് ഗവൺമെൻറ് ഉപേക്ഷിക്കുന്നത്. ഒരുപാട് സമ്മർദ്ദങ്ങൾ പിന്നെ KPP MPമാരുടെ താപനിലയത്തിന് അനുകൂലമായിട്ടൊക്കെ പാർട്ടികളൊക്കെ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. അത് ഇടത് വലത് എല്ലാ പാർട്ടികളും എൻറോൺ താപനിലയം വരുമ്പോൾ. അപ്പോൾ അതുമൊക്കെ ഇങ്ങനെ പോകുന്നത് ആത്യന്തികമായി ജനങ്ങളുടെ പിന്തുണയോടുകൂടി ഒരു സമരം നടന്നാൽ ആ സമരത്തിനെ കണ്ടില്ലെന്ന് നടിക്കാൻ സർക്കാരുകൾക്ക് പറ്റില്ല. അത് നമ്മുടെ സമരങ്ങൾ ഇടതുപക്ഷം ഭരിക്കുമ്പോഴും വലതുപക്ഷം ഭരിക്കുമ്പോഴും ഒക്കെ തന്നെ നടക്കുന്നുണ്ട്. എല്ലാ ഗവൺമെൻറ്റുകൾക്കും പാർട്ടികൾക്കെതിരെയല്ല, പാർട്ടികൾ നമ്മൾ പലപ്പോഴും പാർട്ടികളുടേതായ നിലപാടുകളിലേക്കോ അല്ലെങ്കിൽ പാർട്ടികളുടേതായ സമീപനങ്ങളിലേക്കോ അല്ല നമ്മൾ പോകുന്നത്. അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായ സ്വതന്ത്രമായ നിലപാടുകളിലൂടെയാണ് ഈ കാര്യങ്ങൾ. ഇത് ഭൂമിയുടെ മനുഷ്യൻ്റെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട അതിജീവനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് നമ്മൾ ഉന്നയിക്കുന്നത്. അതെപ്പോഴും പ്രസക്തമാണ്, ഇപ്പോഴും പ്രസക്തമാണ്. ഒരു പ്രത്യേക പദ്ധതി വന്നു, അതിങ്ങനെ നമ്മുടെ മണ്ണിൽ വിഷം ഉണ്ടാക്കും, അതുകൊണ്ട് അത് വേണ്ട, ഇങ്ങനെയല്ല. മറിച്ച് ആ പദ്ധതികൾ വരുമ്പോൾ അത് സാമ്പത്തികമായി എന്തുണ്ടാക്കുന്നു, സാംസ്കാരികമായി എന്തുണ്ടാക്കുന്നു, അത് സാമൂഹ്യ വ്യവസ്ഥയെ എങ്ങനെ മാറ്റിത്തീർക്കുന്നു, അത് ഏത് തരത്തിലാണ് നമ്മുടെ ചുറ്റുപാടുകളെ പിന്നെ അൺസസ്റ്റൈനബിളാക്കി മാറ്റുന്നത്. ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചാൽ അതേ നാണയത്തിൽ അതിനെ എതിർത്ത് തോൽപ്പിക്കാനുള്ള വാദങ്ങൾ കണ്ടെത്താൻ ആധുനിക ലോകത്ത് പ്രയാസമാണ്. അതുകൊണ്ടാണ് രാഷ്ട്രീയ പാർട്ടികൾ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, നിങ്ങളെന്താണ് രാഷ്ട്രീയ പാർട്ടികളിൽ ചേർന്നത്? ഈ പാർട്ടികളുടെ ഒരു പ്രശ്നം അത് സംഘടനകളാണ്. സംഘടനകൾക്ക് പിന്നെ സംഘടനകൾ എന്ന രീതിയിൽ ഒരുപാട് ശക്തികളുണ്ടെങ്കിലും ഒരുപാട് ദൗർബല്യങ്ങളുണ്ട്. സ്വാതന്ത്ര്യത്തെ, തുറന്ന ചിന്തയെ, തുടർന്ന വിമർശനത്തെ, ഇതിനെ ഒന്നും പ്രോത്സാഹിപ്പിക്കുന്ന ഒന്നല്ല നമുക്ക് പരിചയമുള്ള സംഘടനാ രൂപങ്ങളൊന്നും തന്നെ. അവിടെയാണല്ലോ സിവിൽ സൊസൈറ്റിയുടെ പ്രാധാന്യം. അവിടെ സിവിൽ സമൂഹത്തിൻ്റെ ഒരു വിമർശനം, ഒരു കുറെ കൂടി സ്വതന്ത്രമായ ഒരു തുറന്ന നിലപാടിൽ നിന്നുകൊണ്ടാണ് അത് ഉയർന്നു വരേണ്ടത്. അങ്ങനെ വരുന്ന വിമർശനങ്ങളും അങ്ങനെ വരുന്ന കാഴ്ചപ്പാടുകളുമാണ് പലപ്പോഴും ഈ ഭൂമിക്കും മനുഷ്യനും അനുകൂലമായ നിലപാടുകളിൽ എത്തിച്ചേരുക. പക്ഷെ അതേ അന്ന് എനിക്കൊന്ന് കണ്ടു, ഈ പയ്യന്നൂരിൽ അല്ലെങ്കിൽ ഈ ഭാഗത്ത് നടന്ന 2 പ്രധാനപ്പെട്ട സമരങ്ങളായിരുന്നല്ലോ. കണ്ടങ്കാളി പെട്രോ കെമിക്കൽ സംഭരണശാലയ്ക്കെതിരെ നടന്നതും കീഴാറ്റൂർ വയൽ സംരക്ഷിക്കാൻ. അതെ അതെ. ഒരു കണ്ടങ്കാളി സമരം ഒരു പക്ഷത്ത് വിജയിക്കുകയും കീഴാറ്റൂർ സമരം ലക്ഷ്യം കാണാതെ പോവുകയും ചെയ്തു. അത് കീഴാറ്റൂർ സമരത്തിൽ വളരെ പ്രകടമായ രീതിയിൽ ഇവിടെയുള്ള പ്രബല രാഷ്ട്രീയ കക്ഷികൾ ഇടപെടുകയും ഈ സമരത്തിൽ തന്നെ ഒരു വിഭാഗം ആളുകൾ ഈ കക്ഷികളുടെ ചട്ടുകങ്ങളായി മാറുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് ഒരുപക്ഷെ വിജയിക്കുമായിരുന്ന ഒരു സമരമാണ്. ഒരുപക്ഷെ അതിൻ്റെ മൊത്തം നേതൃത്വത്തിന് സംഭവിച്ചിട്ടുള്ള അപാകതകൾ, പിന്നെ ഈ മറ്റ് ഞാൻ പറഞ്ഞ സാമ്പത്തിക താല്പര്യങ്ങൾ, കോൺട്രാക്ടർ എഞ്ചിനീയർ ലോബിയുടെ താല്പര്യങ്ങൾ ഒക്കെ തന്നെ അതിനകത്ത് വളരെ പ്രബലമായി വർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരുപക്ഷെ കീഴാറ്റൂർ വയലിൻ്റെ ഇന്നത്തെ അവസ്ഥ കാണുമ്പോൾ ആളുകൾക്ക് ഒരു പക്ഷേ അവരൊരു പുനർവിചിന്ത. ഇപ്പോൾ കീഴാറ്റൂർ വയലിൻ്റെ മാത്രമല്ല, നമ്മൾ നാഷണൽ ഹൈവേ 66-ൻ്റെ അങ്ങോളം ഇങ്ങോളം അക്ഷരാർത്ഥത്തിൽ കേരളത്തിനെ 2ആയി അത് വിഭജിക്കുമെന്ന് നമ്മളന്ന് പറഞ്ഞപ്പോൾ വളരെ വലിയൊരു അതിശയോക്തിയായിട്ടാണ് ആളുകൾ അന്ന് പറഞ്ഞത്. നിങ്ങൾ വികസനത്തിനെതിരാണ്, 45 മീറ്റർ എന്തിനാണ് അത്രയും വലിയ വീതി എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ പറഞ്ഞിരുന്നു. ഇതിൻ്റെ വക്കത്തുള്ള വെറും ഉപജീവന മാർഗത്തിന് വേണ്ടി കടകൾ നടത്തിയിരുന്ന ആയിരക്കണക്കിന് കച്ചവടക്കാരെ അവിടുന്ന് ആട്ടി ഓടിച്ചു എന്ന് മാത്രമല്ല, ഈ റോഡ് വക്കത്തുണ്ടായിരുന്ന സകലമാന വൃക്ഷങ്ങളും മുറിച്ച് നശിപ്പിച്ച് ഒരു വലിയ മരുഭൂമിയാക്കിയിട്ട് ആ പ്രദേശങ്ങളെ മുഴുവൻ മാറ്റിയിട്ടാണ് റോഡ് നിലനിൽക്കുന്നത്. മാത്രമല്ല കുന്നുകളൊക്കെ കുന്നുകൾ മുഴുവൻ വത്തക്ക മുറിക്കുന്ന മാതിരി വളരെ കൃത്യമായി മുറിച്ച് വെച്ചിട്ട് അതാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇത്
മാത്രമല്ല ഈ റോഡിൻ്റെ തൊട്ടപ്പുറത്ത് ഈ പ്രത്യേകിച്ച് ഫ്ലൈ ഓവറുകളൊക്കെ ഉള്ളത് 2-3 കിലോമീറ്റർ വിട്ടിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഈ റോഡിൻ്റെ പടിഞ്ഞാറ് വശത്ത് താമസിക്കുന്ന ഒരു കുട്ടിക്ക് കിഴക്ക് വശത്തുള്ള സ്കൂളിലേക്ക് പോകണമെങ്കിൽ 2 കിലോമീറ്റർ തെക്കോട്ടോ വടക്കോട്ടോ സഞ്ചരിച്ചിട്ട് തിരിച്ച് വീണ്ടും അപ്പുറത്തെ ഭാഗത്തുകൂടി സഞ്ചരിക്കേണ്ട സ്ഥിതി വരും. അപ്പം ഈ തരത്തിൽ ഉള്ള ഒരു റോഡ് മരുഭൂമിയിൽ കൊള്ളാം, മരുഭൂമിയിൽ വലിയ പ്രശ്നമൊന്നും ഉണ്ടാകുന്നില്ല. ഇത് കേരളം മാതിരിയിൽ ഇത്രയധികം ജനസാന്ദ്രതയുള്ള 800-ലധികം ആളുകൾ ഒരു ചതുരശ്ര കിലോമീറ്ററിൽ താമസിക്കുന്ന കേരളത്തിൽ ഇത്തരത്തിലുള്ള രണ്ടായി കേരളത്തിന് വിഭജിക്കുന്ന രീതിയിലുള്ള ഒരു റോഡ് ആസൂത്രണം ചെയ്യുക എന്ന് പറയുന്നത് തന്നെ അടിസ്ഥാനപരമായി നമ്മുടെ ആവശ്യങ്ങളെക്കുറിച്ചുള്ള ധാരണയില്ലായ്ക, എൻജിനീയറിങ്ങിൻ്റെ തന്നെ തിരസ്കാരമാണതെന്ന് ഞാൻ പറയും. അതേപോലെ മാഷ് ഇടപെട്ടോ അല്ലെങ്കിൽ മാഷ് ശക്തമായ നിലപാടെടുത്ത ഒരു രംഗമായിരുന്നു വധശിക്ഷയ്ക്കെതിരെ. ലോകത്തെ പല വികസിത രാഷ്ട്രങ്ങളും UN-ന്റെ ഒക്കെ ഇടപെടലോടുകൂടിയും മറ്റ് മനുഷ്യാവകാശ പ്രവർത്തകരുടെ ആവശ്യം പരിഗണിച്ചും UN തന്നെ മനുഷ്യാവകാശ യുനെസ്കോ ഈ പറയുന്ന UN-ന്റെ തന്നെ ധാരാളം ഡയറക്റ്റീവ്സ് ഉണ്ട് വധശിക്ഷ നിർത്തലാക്കാൻ. ഭൂരിഭാഗം രാജ്യങ്ങൾ നിർത്തലാക്കുകയും ചെയ്തു. അത് ഇന്ത്യയിൽ എന്തുകൊണ്ടാണ്? ഇന്ത്യയിൽ പിന്നെ ഇതുമാതിരിയുള്ള സ്ഥാപിത താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു ഭീഷണിയായിട്ട് ഇതിങ്ങനെ നിലനിർത്താനുള്ള ശ്രമമാണ് അവർ നടത്തുന്നത്. നമ്മൾ എത്ര വലിയ ക്യാമ്പയിൻ നടത്തിയിരുന്നു. നമ്മൾ മാത്രമല്ല, സുപ്രീം കോടതിയിലെ ജഡ്ജസ് ഉൾപ്പെടെ, മനുഷ്യാവകാശ പ്രവർത്തകർ ഉൾപ്പെടെ, ലോ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർമാരുൾപ്പെടെ ഒരുപാട് ആളുകൾ ഈ വധശിക്ഷയ്ക്കെതിരാണ്. കാരണം വധശിക്ഷ എന്ന് പറഞ്ഞാൽ ഒരിക്കൽ നടപ്പിലാക്കി കഴിഞ്ഞാൽ തിരിച്ചു പോകാൻ പറ്റാത്ത, ഒരിക്കൽ അബദ്ധത്തിൽ ചെയ്തു കഴിഞ്ഞാൽ ഒരിക്കലും പരിഹാരമില്ലാത്ത ഒരു ശിക്ഷയാണ്. അത് ശിക്ഷയേ അല്ല, മനുഷ്യനെ കൊല്ലലാണ്. ഒരു കൊലപാതകത്തിൻ്റെ ശിക്ഷയിട്ട് വേറൊരു കൊലപാതകം സ്റ്റേറ്റ് നടത്തുന്നതിന് തുല്യമാണ് വധശിക്ഷ. അവിടെ വധശിക്ഷ എന്ന് പറഞ്ഞാൽ ശിക്ഷയല്ല, വധത്തിന് പകരം കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല് എന്ന് പറഞ്ഞ മാതിരിയുള്ള ഒരു കിരാത നീതിയാണ് വാസ്തവത്തിൽ വധശിക്ഷ എന്ന് പറയുന്നത്. അത് പരിഷ്കൃത ജനാധിപത്യ സമൂഹങ്ങൾക്ക് ഒരിക്കലും യോജിച്ചതല്ല. അമേരിക്കയിൽ ഉൾപ്പെടെ പലപ്പോഴും വധശിക്ഷ വിധിക്കപ്പെടുകയും നടപ്പിലാക്കപ്പെടുകയും ചെയ്തതിന് ശേഷമാണ് കുറ്റവാളികൾ അവരെ ആയിരുന്നില്ല എന്ന് തെളിഞ്ഞത്. പല സ്ഥലങ്ങളിലും ഈ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ഏറ്റവും അടിസ്ഥാന വർഗത്തിൽപ്പെട്ട പ്രാന്തവൽകൃത വിഭാഗങ്ങൾ, അത് കറുത്ത വർഗക്കാരാവാം, സ്വവർഗഭോഗികളാവാം, അങ്ങനെയൊക്കെയുള്ള പല തരത്തിലും സമൂഹത്തിൻ്റെ മുഖ്യധാരയിലില്ലാത്ത വിഭാഗങ്ങളിൽപ്പെട്ട ആളുകളാണ് കുറ്റം ആരോപിക്കപ്പെട്ടവർ. ഇങ്ങനെ ആരോപിക്കപ്പെട്ടവർ വളരെ എളുപ്പത്തിൽ ശിക്ഷിക്കപ്പെടുകയും ചെയ്യും. പക്ഷെ അവർ ചിലപ്പോൾ കുറ്റവാളികളാവണമെന്നില്ല. അതുകൊണ്ട് ഇല്ലാത്ത കുറ്റത്തിൻ്റെ പേരിൽ മറ്റെന്ത് ശിക്ഷ നടപ്പിലാക്കിയാലും, വധശിക്ഷ നടപ്പിലാക്കിയാൽ അത് നമുക്ക് തിരുത്താൻ പിന്നീട് അവസരമില്ല. മനുഷ്യ ജീവിതം എന്ന് പറയുന്നത്, ജീവൻ എന്ന് പറയുന്നത് വളരെ വിലപ്പെട്ടതാണ് എന്ന ഒരു ബോധ്യമുള്ള ആരെ സംബന്ധിച്ചിടത്തോളവും വധശിക്ഷ എന്ന് പറയുന്നത് വളരെ പൈശാചികമായിട്ടുള്ള ഒരു ഏർപ്പാടാണ്. അതിന് ഇന്ത്യയിലെ നിയമസ്ഥാപനങ്ങൾ ഉൾപ്പെടെ അതിനെതിരെ മുന്നോട്ട് വന്നിട്ടുള്ളതാണ്. പലപ്പോഴും ഇത് എടുത്തു കളയണം. നമ്മുടെ തന്നെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ ചർച്ചയുടെ സമയത്ത് വധശിക്ഷ എടുത്തു കളയുന്നതിനെ കുറിച്ചിട്ടുള്ള ചർച്ചകൾ നടന്നിരുന്നു. കേരളത്തിൽ പണ്ട് പട്ടംതാണുപിള്ളയുടെ കാലത്ത് വധശിക്ഷ, പട്ടംതാണുപിള്ളയുടെ ഒക്കെ വധശിക്ഷ എടുത്തു കളയാനുള്ള തീരുമാനമുണ്ടായിരുന്നു. കുറേ കാലം ഇവിടെ തൂക്കിക്കൊല്ലുന്ന ഏർപ്പാട് നിർത്തിയിരുന്നു. സംസ്ഥാനം എന്നുള്ളതല്ലേ ഈ അവിഭക്ത ഈ ഇതിന് സ്വാതന്ത്ര്യത്തിന് മുമ്പ്. ഞാൻ പറയുന്നത് അത് ഒരു അങ്ങേയറ്റം നീതി നിഷേധകമായ, മനുഷ്യവിരുദ്ധമായ ഒരു ഏർപ്പാടാണ് എന്നുള്ളതുകൊണ്ടാണ് അതിനെ എതിർക്കണം എന്ന് പറയുന്നത്. അതുപോലെ കേരളത്തിൽ ഒരു കാലത്ത് സാംസ്കാരിക സാമൂഹിക അവബോധം സൃഷ്ടിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച രണ്ട് കാര്യങ്ങളായിരുന്നു. ഒന്ന് ലൈബ്രറികളും ഫിലിം സൊസൈറ്റികളും. പണ്ടുണ്ടായിരുന്ന പല ഫിലിം സൊസൈറ്റികളും ഇന്ന് കാണാനില്ല, ഓർമ്മകൾ മാത്രമായി. പയ്യന്നൂർ ഇപ്പോഴും ഓപ്പൺ ഫ്രെയിം വളരെ സജീവമായി പ്രവർത്തിക്കുന്നു. എങ്ങനെയാണ് അതിന് കിട്ടുന്ന റെസ്പോൺസ്? എന്താണ് അതിൻ്റെ പ്രവർത്തനം എന്ന് പറയാം? ഓപ്പൺ ഫ്രെയിം ഇപ്പോഴും വളരെ സജീവമായിട്ട് നിലനിൽക്കുന്ന ഈ ഫിലിം സൊസൈറ്റികളുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ വേണ്ട രീതിയിലുള്ള ആത്മാർത്ഥതയോടെ പ്രവർത്തിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് അത് നിലനിൽക്കുന്നത്. അതുകൊണ്ടേയുള്ള മാതിരി തന്നെ ലോകത്താകമാനമുണ്ടാകുന്ന മികച്ച കലാമൂല്യമുള്ള, സാമൂഹിക മൂല്യമുള്ള, രാഷ്ട്രീയ മൂല്യമുള്ള ചിത്രങ്ങൾ നമ്മൾ ഇവിടെ കൊണ്ടുവരികയും ഒരു നല്ല പ്രേക്ഷക സമൂഹത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുകയും സൗജന്യമായി അവതരിപ്പിക്കുകയും അവർ അത് കണ്ട് ആസ്വദിച്ച്
പോവുകയും ചെയ്യുന്നു. ഇത് ഒരുപാട് നല്ല സിനിമകളിൽ താല്പര്യമുള്ള ഒരു പ്രേക്ഷക സമൂഹത്തെ അത് സൃഷ്ടിക്കുന്നു എന്ന് മാത്രമല്ല, നല്ല സംവിധായകരെ, നല്ല ടെക്നീഷ്യൻസിനെ, അതിനെക്കുറിച്ചൊക്കെ അക്കാഡമികമായിട്ടൊക്കെ പഠിച്ച് കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള ബോധം ഉള്ള ആളുകളെ സൃഷ്ടിക്കാനും ഈ മൂവ്മെൻറ്റിന് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അത് അങ്ങനെ മുമ്പോട്ട് പോകുന്നത്. ഈ ഫിലിം സൊസൈറ്റികൾ ഇപ്പോൾ പല സ്ഥലത്തും, കേരളത്തിൽ പല ഭാഗങ്ങളിലും ഇതുമാതിരിയുള്ള സൊസൈറ്റികൾ നിൽക്കുന്നുണ്ട്. ഒരുപാട് പ്രശ്നങ്ങൾ അവർക്ക് നേരിടേണ്ടി വരുന്നുണ്ട്. അപ്പോൾ പോലും ഈ തരത്തിൽ സാമൂഹികമായ ദൗത്യം ഏറ്റെടുക്കുന്ന ഫിലിം സൊസൈറ്റികൾ നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഡോക്യുമെൻ്ററി സിനിമകൾ, ഇപ്പോൾ ആനന്ദ് പട്വർദ്ധൻ്റെ റീസൺ എന്ന് പറയുന്ന ഡോക്യുമെൻ്ററി നമ്മൾ കേരളത്തിൽ മൊത്തം മലയാളം സബ് ടൈറ്റിലുകളോടെ പ്രദർശിപ്പിക്കുകയുണ്ടായി. അപ്പോൾ അതൊക്കെ ഒരു സാമൂഹികമായ ഇടപെടലാണ്. സാമൂഹികമായ പ്രസക്തിയുള്ള വിഷയങ്ങൾ, കേവലം വിനോദത്തിന് വേണ്ടിയുള്ള സിനിമ എന്ന് പറയുന്നത് നമ്മുടെ ഫിലിം സൊസൈറ്റി കാണിക്കാറേയില്ല. അങ്ങനെ ഒരു സാധനം ഉണ്ടോയെന്ന് തന്നെ നിശ്ചയമില്ല. ഈ പറയുന്ന സാംസ്കാരികവും രാഷ്ട്രീയവും സാമൂഹികവും ഒക്കെ ആയ വിവിധ ഡയമെൻഷൻസ് ഉള്ള, വിവിധ മാനങ്ങളിലുള്ള മഹത്തായ പ്രതിഭകൾ നിർമ്മിക്കുന്ന സിനിമകളാണ് നമ്മൾ പ്രദർശിപ്പിക്കുന്നത്. അത് തികച്ചും പോസിറ്റീവായ ഒരു സാംസ്കാരിക രാഷ്ട്രീയ ഇടപെടലാണ്. ഈ ഇടപെടൽ വളരെ പ്രസക്തമാണ്. പക്ഷേ നമുക്ക് കുറച്ച് പയ്യന്നൂരിനെ പറ്റി സംസാരിക്കാൻ തോന്നുന്നു. കാരണം ഇങ്ങനെയൊക്കെയുള്ള പ്രവർത്തനങ്ങൾക്ക്, നേരത്തെ പറഞ്ഞ പാരിസ്ഥിതിക സമരങ്ങളായിക്കോട്ടെ ഒക്കെ, പയ്യന്നൂരിന് ഒരു പ്രത്യേകത ഉണ്ടെന്ന് തോന്നുന്നു. കാരണം സ്വാതന്ത്ര്യ സമര കാലത്ത് ഉപ്പുറുക്കൽ നടന്ന സ്ഥലമാണ്. പിന്നീട് മാഷൊക്കെ സജീവം ഇടപെട്ട ഈ അയഡിൻ ചേർത്ത് ഉപ്പിനെതിരെ രണ്ടാമതൊരു രണ്ടാം സ്വാതന്ത്ര്യ സമരം നടന്നു. അപ്പം ഈ മാത്രമല്ല, ജനിതക മാറ്റം വരുത്തിയ വിളകൾക്കെതിരെ, ഹരിത വിപ്ലവത്തിൽ ഉണ്ടാക്കുന്ന നാശത്തിനെതിരെ, അങ്ങനെ പല രീതിയിൽ നോക്കുമ്പം ഒരു സമരഭൂമികയായി പയ്യന്നൂർ നിൽക്കുന്നുണ്ട് അല്ലെ? അപ്പൊ പയ്യന്നൂരിന്റെ ഒരു പ്രത്യേകത എന്താ? അതിന് അങ്ങനെ ഒരു ഹെറിറ്റേജ് ഉണ്ട്. ഈ സ്വാതന്ത്ര്യ സമരത്തിൽ തന്നെയുള്ള വലിയ ഒരു ബോധ്യത്തിൻ്റെ, അതിൻ്റെ സമരസന്നദ്ധതയുടെ ഒക്കെ ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ ഇടുന്നത് നമുക്ക് ചുറ്റുപാടും നോക്കിയാൽ കാണും. രണ്ടാം ബർദോളി എന്ന് പയ്യന്നൂർ അറിയപ്പെടുന്നത് ഉപ്പ് സത്യാഗ്രഹം നടക്കുന്നത് ഇവിടെ കാളപ്പൻ്റെ നേതൃത്വത്തിൽ ഉപ്പ് ഉറുക്കാൻ ഉളിയത്തെ കടവിലേക്ക് നടന്നിട്ടുള്ള ജാഥയുണ്ട്. അത് ഗാന്ധിയുടെ ദണ്ഡിയാത്ര നടക്കുന്നതിനോടൊപ്പം തന്നെ നടക്കുന്നുണ്ട് ഇവിടെ. അത് വളരെ വലിയൊരു സംഭവം. ഈ സ്വാതന്ത്ര്യ സമരത്തിൽ ആവേശത്തോടുകൂടി എടുത്തു ചാടിയ തലമുറയുടെ അടുത്ത തലമുറയാണ് ഈ ഞാൻ നേരത്തെ പറഞ്ഞ 70കളിൽ യൗവനത്തിലെത്തിയ തലമുറയാണ് മറ്റു പ്രശ്നങ്ങളിലും ഇടപെട്ടത് എന്നുള്ളത് കൊണ്ട് തന്നെ അവർ ഈ പറയുന്ന ഗ്രന്ഥശാല സംസ്കാരത്തിൻ്റെ, ഫിലിം സൊസൈറ്റി കൾച്ചറിൻ്റെ ഒക്കെ സ്വാധീനത്തിൽ അവരാണ് ഉണ്ടായിരുന്നത്. അവരാണ് പിന്നെ എഴുത്തുകാരായും സിനിമാക്കാരായും ഒക്കെ തന്നെ പിന്നീട് സമൂഹത്തിൽ ശ്രദ്ധേയമായ സംഭാവനകൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഈ പയ്യന്നൂർ അതുമാതിരിയുള്ള ഒരു സാംസ്കാരിക രാഷ്ട്രീയ പശ്ചാത്തലമുണ്ട്. ആ പശ്ചാത്തലത്തിനെ പിന്തുടർന്നുകൊണ്ട് ഒരുപാട് സാമൂഹികമായ തലത്തിൽ ഇടപെടുന്ന ആളുകൾ, സ്വതന്ത്ര ചിന്താഗതിയുള്ളവരുണ്ട്. ഇന്ന് പാർട്ടികളോട് മനസ്സ് പണയപ്പെടുത്താത്ത ആളുകളുടെ കൂട്ടായ്മകൾ ഇവിടെ ഉണ്ടായിക്കൊണ്ടിരുന്നു എന്നുള്ളതാണ്. പാർട്ടികളെക്കുറിച്ച് ഞാൻ പറയുന്നത്, പാർട്ടികൾ മൊത്തത്തിൽ മോശമാണെന്നുള്ളത് മാത്രമല്ല അതിൻ്റെ ഒരു സംഗതി. അങ്ങനെയല്ല എൻ്റെ വിവക്ഷ. പാർട്ടികൾ വേണ്ടതെന്ന് വെച്ചാൽ വേണം, സംഘടന വേണം. പക്ഷെ സംഘടനകളുടെ ഒരു പ്രശ്നം പലപ്പോഴും നീതിയുക്തമായ, സത്യസന്ധമായ പല നിഗമനങ്ങളും പാർട്ടികൾ എന്ന നിലയിൽ പറയാൻ പറ്റില്ല. സംഘടനാ മനുഷ്യൻ, ഇപ്പോൾ എറിക് ഫ്രോം ഓർഗനൈസേഷൻ മാൻ എന്ന് വിളിക്കുന്നത് വ്യക്തി എന്നുള്ള നിലയിൽ അയാൾ സത്യസന്ധമായിട്ടൊരു കാര്യങ്ങൾ പറയും. പക്ഷെ ഓർഗനൈസേഷൻ്റെ ഭാഗമായിട്ട് അയാൾ പറയുമ്പോൾ, ഒരു സംഘടനയുടെ സെക്രട്ടറിയോ പ്രസിഡൻറ്റോ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയോ ആയിട്ട് അയാൾ പറയുമ്പോൾ അയാൾ വ്യക്തിപരമായിട്ട് പറഞ്ഞ അഭിപ്രായമല്ല പറയുക, വേറൊരു അഭിപ്രായമാണ്. നൈറ്റ് ആൻഡ് ഫോഗ് എന്ന് പറഞ്ഞിട്ട് അലൻ റെനയുടെ സിനിമയുടെ അവസാനത്തിൽ ഈ കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ വലിയ ആളെ ചുട്ടുകൊന്ന ആൾക്കാരെ ന്യൂറംബർഗിൽ ട്രയൽ നടത്തുമ്പോൾ അവരോട് ജഡ്ജി ചോദിക്കുന്നുണ്ട്, ആരാണ് ഇതിന് ഉത്തരവാദി? അന്നേരം ഇതിന് ഉത്തരവാദിയായിട്ടുള്ള അപ്പോൾ ഞാനല്ല എന്ന് പറയുന്നത്, എനിക്ക് ഉത്തരവ് മേലെ നിന്ന് കിട്ടിയതാണ്. അയാളെ വിസ്തരിക്കുമ്പോൾ ആരാണ് ഇതിന് ഉത്തരവാദി? ഞാനല്ല, ഇതിനാരും ഉത്തരവാദിയല്ല. ഇവർക്ക് ഇത്രയും മനുഷ്യത്വത്തിനെതിരായിട്ടുള്ള ക്രൂരമായ നരഹത്യ, വംശഹത്യ നടത്തിയ ആളുകളോട് ആരാണ് ഇതിന് ഉത്തരവാദി എന്ന് ചോദിക്കുമ്പോൾ അവരതിന് ഉത്തരവാദിയല്ല. അവരതിന് ഉത്തരവാദിയല്ല. അവർ കുറ്റബോധം പോലും ഇല്ലാതെ അവർക്ക് നിലനിൽക്കാൻ കഴിയുന്നത്
അവരുടെ സംഘടനാ ബോധം. അവർ നാസിയാണ്, നാസി സംഘടനയിലാണ് അവർ എന്നുള്ളതിൻ്റെ ബോധമാണ്. ഇതാണ് ഏറിയ തോതിലോ കുറഞ്ഞ തോതിലോ ഈ പാർട്ടികളിൽ ഇങ്ങനെ അവരുടെ അന്ധമായ വിശ്വാസം അർപ്പിക്കുന്ന ആളുകൾക്കുള്ളത്. ഒരു പാർട്ടി എന്നുള്ള നിലയിൽ എന്തും ചെയ്യാൻ തയ്യാറാണ്. വ്യക്തി എന്നുള്ള നിലയിൽ ചിലപ്പോൾ അവരുടെ മനസാക്ഷിയുടെ ഒക്കെ പക്ഷത്ത് നിന്നുകൊണ്ട് സ്വതന്ത്രമായ രീതിയിൽ തുറന്ന അഭിപ്രായം പറയുമ്പോഴും ഇത്തരം ഏതോ ഒരു അമൂർത്തമായ ഒരു പാർട്ടി എന്ന് പറയുന്ന ഒരു സംഘടിത രൂപത്തിൻ്റെ മുമ്പിലെത്തുമ്പോൾ മാനുഷികമായ സകല മൂല്യങ്ങളും ത്യജിച്ചുകൊണ്ട് എത്ര പിന്നെ അതിനെതിരായിട്ടുള്ള വിരുദ്ധമായ നിലപാടുകളിലേക്ക് എത്താൻ ആളുകൾക്ക് യാതൊരു പ്രയാസമില്ല. ഇതിനെ മനഃശാസ്ത്രപരമായിട്ട് വിശദീകരിക്കുന്നതാണ് എറിക് ഫ്രോമിൻ്റെ. ഞാൻ ഈ സംഘടനകളോടുള്ള അവിശ്വാസം എന്ന് പറയുന്നത് ഞങ്ങൾ പലർക്കും ആദ്യകാലത്തെ ഉണ്ടായിരുന്ന, അതിന് ഒരുപക്ഷെ ജോർജ് ഓർവെലിൻ്റെ 1984 ആനിമൽ ഫാം തുടങ്ങിയ നോവലുകളും അതുമാതിരി ഗുലാഗ് ആർക്കിപെലാഗവുമാതിരി സോൾസെൻസിൻ്റെ വർക്കും ബോറിസ് പാസ്റ്റർനാക്കിൻ്റെ ഡോക്ടർ ഷിവ ഇതുമാതിരിയുള്ള സാഹിത്യകൃതികൾ, അല്ലെങ്കിൽ ഡോസ്റ്റോവ്സ്കിയുടെ വർക്കുകളും ഇങ്ങനെയുള്ള പലതരത്തിലുള്ള സാഹിത്യകൃതികളുടെ ഒക്കെ സ്വാധീനം ചിലപ്പോൾ ഉണ്ടാവാം. അത് പറഞ്ഞതിലുള്ള സ്വാധീനം ഉണ്ടാവാം. ഇത്തരത്തിൽ സംഘടനകൾ, പാർട്ടികൾ ഉറച്ച് കട്ടിയായ ഉറഞ്ഞുകൂടിയ ഒരുതരം കേന്ദ്രീകൃത സ്വഭാവമുള്ള സംഗതികൾ എങ്ങനെ മനുഷ്യനെന്ന വ്യക്തിയെ അതിഭീകരമായ രീതിയിൽ പീഡിപ്പിക്കുന്നു. അയൺ കർട്ടൻ മാത്രമല്ല, ബിഗ് ബ്രദർ ഈസ് വാച്ചിങ്, വലിയേട്ടൻ എപ്പോഴും നമ്മളെ നോക്കുകയാണെന്ന്. ഇങ്ങനെ ഒരു സർവൈലൻസ് സൊസൈറ്റിയിൽ ജീവിക്കേണ്ടി വരുന്നതിൻ്റെ അങ്ങേയറ്റത്തെ വലിയ ഉത്കണ്ഠ ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്റ്റാലിൻ്റെ അതൊക്കെ പറയുന്നുണ്ട്. സ്റ്റാലിനായാലും മറ്റായാലും പോൾപോട്ടായാലും ആരായാലും എക്സോ വൈയോ ഇടതോ വലുതോ ഇതൊന്നും പ്രശ്നമല്ല. മനുഷ്യനായി കാണാൻ കഴിയാത്ത അന്ധമായ ഒരു സംഘടനാബോധത്തിന് അടിപെട്ടുകൊണ്ട് എന്ത് ക്രൂരതകളും വംശഹത്യയും നടപ്പിലാക്കാമെന്നുള്ള ഒരു ധാരണയുള്ള അതിനാണ് ഫാഷിസം എന്ന് പറയുന്നത്. അതിനെയാണ് ആ ഒരു ഫാഷിസ്റ്റ് ബോധത്തിൻ്റെ പിന്നിൽ പലപ്പോഴും അതിന് സംരക്ഷണം നൽകുന്നത് ഈ സംഘടനാ മനുഷ്യരാണ്. അതുകൊണ്ടാണ് അതിനോടുള്ള ഒരു അവിശ്വാസം കലർന്ന സമീപനം എന്നെ സംബന്ധിച്ച് എനിക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും പല സൗകര്യങ്ങളും കിട്ടുന്നതാണ് പല പാർട്ടികളിലും പോയാലും എന്നൊക്കെ എനിക്കറിയാം, പക്ഷേ ഞാൻ പോയിട്ടില്ല. ഒരു പക്ഷേ ഇത്രയും പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച പയ്യന്നൂർ ഹെൽത്ത് ഫോറം ഒരു വ്യവസ്ഥാപിത സംഘടനയായി മാറിയിട്ടില്ല. മാഷ് തന്നെ ഒരു പ്രസ്ഥാനത്തിന്റെ ഈ പറഞ്ഞതുപോലെ ഭാഗമായിട്ടില്ല. സ്വതന്ത്രമായി നിന്നുകൊണ്ട് കാതലുള്ള വിമർശനങ്ങൾ, വളരെ ഒരു സ്വതന്ത്ര ശബ്ദം ഇക്കാലം അത്രയും കേൾപ്പിക്കാൻ മാഷ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് എന്തെങ്കിലും രീതിയിൽ പരിമിതികൾ ഉണ്ടാക്കി എപ്പോഴും മാഷ് തോന്നിയിട്ടുണ്ടോ ഈ സാധ്യതകൾക്ക് പോലെ തന്നെ? ഇത് നമുക്ക് ശരി എന്ന് തോന്നുന്ന കാര്യങ്ങൾ വളരെ സത്യസന്ധമായ രീതിയിൽ ഉറക്കെ വിളിച്ചു പറയുക എന്നുള്ള ഒരു ശീലം അതാണ് നമ്മൾ അനുവർത്തിച്ചു കൊണ്ടിരുന്നത്. പക്ഷേ അത് പരിമിതികളുണ്ടോയെന്ന് ചോദിച്ചാൽ പലപ്പോഴും നമ്മളിപ്പോൾ ഒരു സമരം നടക്കുമ്പോൾ, പ്രത്യക്ഷ സമരം നടത്തുമ്പോൾ, ആ സമരത്തിൻ്റെ പശ്ചാത്തലമായി നിലനിൽക്കുന്ന യുക്തികൾ അത്ര എളുപ്പത്തിൽ ബഹുജനങ്ങൾക്ക് പിടികിട്ടിയിട്ടില്ലെങ്കിൽ അവർ പെട്ടെന്ന് പിന്തുണക്കില്ല. അത് അങ്ങനെയുണ്ടല്ലോ. അതായത് ഇപ്പോൾ എല്ലാ സംഭവങ്ങളും എല്ലാ കാര്യങ്ങളും അവയുടെ ഒരു പൂർണ്ണ അർത്ഥത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആവശ്യമായിട്ടുള്ള ഗൗരവത്തിൽ മനസ്സിലാക്കാൻ ആളുകൾക്ക് ചിലപ്പോൾ വിഷമമുണ്ടാകും. അതുകൂടാണ്ട് മനസ്സിലാക്കിയാൽ പോലും ചില പ്രദേശങ്ങളിൽ അതിനനുസരിച്ച് പ്രതികരണങ്ങൾ രേഖപ്പെടുത്താൻ ബുദ്ധിമുട്ടുണ്ടാകും. കാരണം അവരേതെങ്കിലും നിശ്ചിത രാഷ്ട്രീയ പാർട്ടിയുടെ തടങ്കലിലായിരിക്കും. പലതരത്തിൽ അവരുടെ നിത്യജീവിതത്തിന് അവർ ഈ പാർട്ടിയായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കേണ്ടവരാണ്. അവർ സർവീസ് ബാങ്കിൽ നിന്ന് ലോണ് കിട്ടേണ്ടവരാണ്, അല്ലെങ്കിൽ സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ളപ്പോൾ ഇങ്ങനെയുള്ള ആളുകളുടെ സഹായം വേണ്ടവരാണ്, മറ്റു പലതരത്തിലുള്ള സഹകരണങ്ങൾ കൂടാതെ ജീവിക്കാൻ പറ്റാത്തവരാണ്. ഇങ്ങനെയൊക്കെ വരും. നമുക്ക് അതാണ് ഏറ്റവും വലിയ ധർമ്മസങ്കടം. നമുക്ക് വളരെ ഒരു കാര്യം ആവശ്യമാണെന്ന് ബോധ്യപ്പെട്ടാൽ പോലും അതിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ശക്തികൾ പുറത്തുനിന്ന് നമ്മളെങ്ങനെ വലിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെ വലിക്കുന്ന സ്വാധീനമുള്ള ആളുകൾ ചിലപ്പോൾ അവർക്ക് ബോധ്യപ്പെട്ടാൽ പോലും നമ്മുടെ സമരത്തിൻ്റെ കൂടെ വന്നോളണമെന്നില്ല. പക്ഷെ അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ഘാട്ട് കരാറിനെതിരെ ശക്തമായ സമരം ഉണ്ടായിരുന്നു. കർഷക സമരത്തിന്റെ അലയൊലികൾ ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ചെയ്യാൻ കഴിഞ്ഞത് ഒരു പക്ഷേ ഈ ഒരു സ്വതന്ത്രമായി നിലനിൽക്കുന്നതുകൊണ്ടായിരിക്കും അല്ലെ? അല്ല, സ്വതന്ത്രമായി അത് മറ്റ് എല്ലാ കക്ഷികളും ഇതിപ്പോൾ പാർട്ടികൾ തീരുമാനം എടുത്തിരുന്നെങ്കിൽ ഏതൊരു പാർട്ടിയും ആണവ നിലയത്തിനെതിരെ തീരുമാനം എടുത്തിട്ടില്ല കേരളത്തിൽ. പക്ഷേ എല്ലാ പാർട്ടികളിലും പെട്ട മനുഷ്യർ
ഈ പറയുന്ന ആണവ നിലയത്തിനെതിരെ തീരുമാനം എടുത്തിരുന്നു. അതുകൊണ്ടാണ് അത് പരാജയപ്പെടുത്താൻ പറ്റിയത്. എല്ലാ പാർട്ടികളിലും പെട്ട മനുഷ്യർ അവരുടെ പാർട്ടി കൂറുകൾക്ക് അതീതമായിട്ടാണ് വ്യക്തികൾ എന്ന നിലയിലാണ് ഈ മാതിരിയുള്ള പ്രസ്ഥാനങ്ങളിൽ പങ്കെടുക്കുന്നത്. അതിനിയും പങ്കെടുക്കുക തന്നെ ചെയ്യും. അതേപോലെ ഇപ്പം നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് മോദി സർക്കാർ 3-ാം തവണ നേരത്തെയുള്ള അത്രയും ഭൂരിപക്ഷം ഇല്ലെങ്കിലും ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യ. 2002 ഗുജറാത്ത് കലാപത്തിന് ശേഷം പയ്യന്നൂർ തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് ഗുജറാത്ത് അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് ഈ വംശഹത്യയെ പറ്റിയിട്ടുള്ള പ്രചരണം നടത്താൻ വേണ്ടി പയ്യന്നൂരിൽ നിന്ന് പ്രത്യേക പോസ്റ്റ് കാർഡുകൾ തയ്യാറാക്കുകയും പ്രിന്റ് ചെയ്യുകയും അത് മാഷ്ട മകൻ നന്ദലാൽ തന്നെ അത് ഗുജറാത്തിലേക്ക് വളരെ സാഹസികമായ ട്രെയിൻ യാത്രയൊക്കെ നടത്തിയൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പം അന്ന് ഈ വലതുപക്ഷ ഫാസിസത്തിനെതിരായിട്ടുള്ള സമരം പയ്യന്നൂര് എന്താണ് ഇപ്പോഴത്തെ അതിൻ്റെ ഒരു ഫാഷിസത്തിനെതിരായിട്ടുള്ള ഒരു മാനസികാവസ്ഥ പയ്യന്നൂരിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. സാധാരണ ജനങ്ങൾക്കിടയിലും പാർട്ടി പ്രവർത്തകർക്ക് ഇടയിൽ പലപ്പോഴും അത് നമ്മൾ കാണുന്ന രീതിയിൽ ആ ഒരു മാനിഫെസ്റ്റേഷൻ അല്ല ഉണ്ടാവുക എന്നുണ്ടെങ്കിൽ പോലും അടിസ്ഥാനപരമായി ഫാഷിസത്തിനെതിരായ ഒരു നിലപാട് പൊതുവെ ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പം നമ്മൾ മറ്റന്നാൾ ഇവിടെ ഹിന്ദുത്വത്തിൻ്റെ ഇങ്ങനെയുള്ള വളരെ ആസൂത്രിതമായ പദ്ധതികൾക്കെതിരെ എഴുതിയ പുസ്തകത്തെക്കുറിച്ച് PM ഗോപികൃഷ്ണൻ പ്രഭാഷണം നടത്തുന്നുണ്ട്. അതിനൊക്കെ ആൾക്കാർ വന്നിരുന്നു. അതിന് അത് മാത്രമല്ല, ഒരു 40-45 കൊല്ലം മുമ്പ് തന്നെ നമ്മളിവിടെ ഡോക്ടർ രാം പുനിയാനിയെ പോലെയുള്ള ആളുകൾ വന്ന് ഹിന്ദുത്വത്തിൻ്റെ ഈ ഒരു സ്കീമിനെതിരെ സംസാരിച്ചിട്ടുണ്ട്. ആനന്ദ് പട്വർദ്ധൻ വന്നിട്ടുണ്ട്, പലതവണ ഇവിടെ വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സിനിമകൾ മുഴുവൻ നമ്മൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട്, അതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഫാസിസത്തിനെതിരായിട്ടുള്ള പ്രചരണത്തിന് ഇവിടെ യാതൊരു കുറവുമില്ല, ഇവിടെ നടക്കുന്നുണ്ട്. പക്ഷെ ഇതെപ്പോഴും പറയുമ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി വളരെ സൂക്ഷ്മമായ രീതിയിൽ ഫാഷിസം ഏതൊക്കെ തരത്തിലാണ് പ്രകടമാവുന്നത്, ഏതൊക്കെ തരത്തിലാണ് അത് പിന്നെ നമുക്ക് സാമൂഹ്യ ജീവിതത്തിൽ അനുഭവപ്പെടുന്നത്, ഇത് സാമാന്യ ജനത്തിന് വലിയൊരു ബോധമില്ലാത്ത, അത് ജനാധിപത്യ ബോധത്തിൻ്റെ ഒരു കുറവുകൊണ്ടാണ്. അങ്ങനെ ഹൈറാർക്കിക്കലായിട്ടുള്ള ഒരു സമൂഹമായിട്ടാണ് ഇപ്പം കാണുന്നത്. ഫ്യൂഡൽ ബന്ധങ്ങൾ പലപ്പോഴും സമൂഹത്തിൻ്റെ പരസ്പര പെരുമാറ്റങ്ങളിൽ നിലനിൽക്കുന്ന അപൂർവ സമൂഹങ്ങളിലൊന്നാണ് നമ്മൾ ഇപ്പോഴും. ജനാധിപത്യ ബോധമില്ല. ഇപ്പം കോടതിയിലായാലും മൈലോഡാണ്. അതുമാതിരി ആരും ഒരു തുല്യ നേതാവ് വരുമ്പോൾ അണി ആയിട്ടുള്ള ആൾ ഇരിക്കില്ല, ഉടനെ ചാടി എഴുന്നേക്കും, മുണ്ട് അയച്ചിടും. ഇത്തരത്തിലുള്ള ഫ്യൂഡൽ കാലഘട്ടത്തിൽ തുടർന്ന് വന്നിട്ടുള്ള ഈ സാമൂഹ്യമായ അനുഷ്ഠാന പദ്ധതികളും അതുമാതിരിയുള്ള സംബോധനാശീലങ്ങളും ഒക്കെ തുടരുന്നു. എന്തുകൊണ്ട് തുടരുന്നു എന്ന് വെച്ചാൽ ഇത് പഴയതിൻ്റെ ഒരു അവശിഷ്ടം അങ്ങനെ തുടരുകയാണ്. അതിൻ്റെ കാരണം നമ്മളെ മനസ്സ് വേണ്ട രീതിയിൽ ജനാധിപത്യവൽക്കരിക്കപ്പെട്ടിട്ടില്ല. എല്ലാവരെയും തുല്യരായ മിസ്റ്റർ പ്രൈം മിനിസ്റ്റർ എന്ന് പറഞ്ഞിട്ട് മറ്റ് രാജ്യങ്ങളിലെ പ്രൈം മിനിസ്റ്ററൊക്കെ ആളുകൾക്ക് കൈ കൊടുക്കാം, അയാളുടെ പേരെടുത്ത് വിളിക്കാം. ഇവിടെ വല്ലതും നടക്കാൻ പറ്റുമോ? അതിൻ്റെ അടുത്ത എവിടെയെങ്കിലും പോകാൻ പറ്റും. അപ്പം ഇത് അടിസ്ഥാനപരമായിട്ട് ജനാധിപത്യപരമായ പെരുമാറ്റ രീതികൾ, നമ്മുടെ സാമൂഹിക ഇടപെടലുകൾ നമ്മൾ ഇപ്പോഴും ഉൾപ്പെടുത്താൻ പഠിച്ചിട്ടില്ല എന്നുള്ളതാണ്. ആ രീതിയിലുള്ള വിദ്യാഭ്യാസം നമുക്കൊട്ട് ലഭിക്കുന്നുമില്ല. പിന്നെ സ്വന്തമായ വ്യക്തി തലത്തിൽ നിന്നുകൊണ്ട് സ്വതന്ത്രമായി ആലോചിച്ച് ഇങ്ങനെയുള്ള നിലപാടുകളിൽ എത്തുന്നവർ മാത്രമേ മറ്റു മനുഷ്യരോട് തുല്യതയോടെ പെരുമാറൂ. വലിപ്പ ചെറുപ്പങ്ങളെ പരിഗണിക്കാതെ, ആളുകളെ മാറ്റി നിർത്താതെ, ജാതിയോ മതമോ ഔദ്യോഗിക പദവിയോ ഒന്നും നോക്കാതെ എല്ലാവരും മനുഷ്യരാണ് എന്നുള്ള രീതിയിലുള്ള ഒരു സമഭാവനയോടെയുള്ള ഒരു പെരുമാറ്റം വേണമെങ്കിൽ അടിസ്ഥാന തല ജനാധിപത്യം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. അത് ഉണ്ടാക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കാൻ പറ്റും. അവസാനമായി ഒരു വ്യക്തിപരമായ ഒരു ചോദ്യം ചോദിച്ചോട്ടെ. മാസ്റ്റർ ഇങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുമ്പോഴും ആൾക്കൂട്ടത്തിന്റെ അല്ലെങ്കിൽ സംഘടനയുടെ സംഘടിത പ്രസ്ഥാനങ്ങളുടെ സമരങ്ങളുടെ ഭാഗമായിരുന്നു. സാധാരണഗതിയിൽ സംഭവിക്കുന്നത് ഒരുതരം യാന്ത്രികത കടന്നു വരും. വളരെ വർഷക്കാലം പ്രത്യേകിച്ച് മനുഷ്യാവകാശ പ്രശ്നങ്ങളിലൊക്കെ ഇടപഴകുമ്പോൾ പലപ്പോഴും വ്യക്തിപരമായി ഞാൻ മനസ്സിലാക്കുന്നത് മാഷ അങ്ങനെ ഒരു യാന്ത്രികത മാഷ ജീവിതത്തിൽ കടന്നു വന്നിട്ടില്ല. ഒരു പക്ഷേ എഴുത്തും വായനയും ഈ കവിതയുടെ ട്രാൻസ്ലേഷനൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കാം. എങ്കിലും അതിൻ്റെ കൂടെ തന്നെ ഈ സ്വതന്ത്രനായി നിൽക്കുകയും അതേസമയത്ത് സാമൂഹ്യ പ്രസ്ഥാനങ്ങളിൽ അണിചേരുകയും ചെയ്യുന്ന ഈ ഒരു സവിശേഷമായ ഒരു നിലനിൽപ്പിനോടൊപ്പം തന്നെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് മാഷിന് ഇതിനോടൊക്കെ ഒരു തരം നിർമ്മമത, ഒരു പ്രത്യേകതരം
ഡിറ്റാച്ച്മെന്റ് കൂടി ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്താണ് ഈ ലൈഫിന്റെ ഒരു ഫിലോസഫി? ഡിറ്റാച്ച്മെന്റ് ഞാൻ ഈ പറയുന്ന സാധനങ്ങളിൽ മൊത്തം പങ്കെടുത്തത് വളരെ ടോട്ടൽ ഇൻവോൾവ്മെന്റോടെയാണ്. നീ പറഞ്ഞ മാതിരി ഒറ്റപ്പെട്ട് നിൽക്കുകയല്ല, എന്നിട്ട് പിന്നെ വേറെ ഒരു പ്രസ്ഥാനത്ത് പോയി ചേരുകയല്ല, ഒറ്റപ്പെട്ടിട്ടല്ല നിൽക്കുന്നത്. ഒരുപാട് സമാന മനസ്കരായ ഒരേ ചിന്താഗതി പിന്നെ പിന്തുടരുന്ന അവർ പല ഗ്രൂപ്പുകളായിരിക്കാം, പല പാർട്ടികളായിരിക്കാം, പല വിശ്വാസ പ്രമാണങ്ങളുള്ളവരായിരിക്കാം. പക്ഷേ ചില വിഷയങ്ങൾ എടുക്കുമ്പോൾ ഒരു ഇഷ്യൂ ബേസ് ചെയ്തിട്ട് നമ്മൾ ഒരു സംഘടിക്ക് വരുമ്പോൾ സമാന ചിന്താഗതിയുള്ള ആൾക്കാരുമായിട്ടുള്ള വലിയൊരു ഐക്യമുന്നണി ഉണ്ടാക്കിയിട്ട് തന്നെയാണ് ഇത് ചെയ്യുന്നത്. അതൊരു പാർട്ടികളിൽ കാണുന്ന ഐക്യത്തിനപ്പുറം ഒരു സമാനമായിട്ടുള്ള ഒരു ഇഷ്യൂവിൻ്റെ അടിസ്ഥാനത്തിൽ, പാരിസ്ഥിതികമായ ഒരു ബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെയൊക്കെയുള്ള ഒരു കൂട്ടായ്മയാണ്. ആ കൂട്ടായ്മയാണ് ഇത് ചെയ്യുന്നത്. എനിക്ക് അതിലൊന്നും വലിയ നിരാശയൊന്നുമില്ല. ഈ പറയുന്ന മാതിരി പിന്നെ നമുക്ക് ലോകം മൊത്തം മാറ്റിമറിക്കാനൊന്നും നമ്മൾ വ്യക്തികൾ ചെറിയ തലത്തിൽ വിചാരിച്ചാൽ സാധിക്കുന്ന കാര്യമല്ല എന്നുള്ള അറിയാം. അതുകൊണ്ട് അതിനകത്ത് വലിയ നിരാശ തോന്നുകയും ഒന്നും ചെയ്യുന്നില്ല. യാന്ത്രികമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് പലപ്പോഴും യാന്ത്രികമാവുന്നത് നമ്മുടെ ഒരു സമീപനം, നമ്മുടെ മനോഭാവം അതിനോട് എങ്ങനെ ഇരിക്കും. നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് യാന്ത്രികമല്ല. ഇപ്പോൾ അണുനിലയത്തിനെതിരെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയം നമ്മൾ 24 മണിക്കൂറും അണുനിലയത്തിനെതിരാണ്. അല്ലെങ്കിൽ സിനിമയോട് അല്ലെങ്കിൽ സാഹിത്യത്തോട് നമുക്ക് സ്നേഹമുണ്ട് എന്ന് പറയുന്നത് അത് ഓരോങ്ങ് പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ടല്ല. അതിനോടുള്ള വളരെ നൈസർഗികമായിട്ടുള്ള സർഗാത്മകമായിട്ടുള്ള ഒരു അടുപ്പാണ്. ആ അടുപ്പുണ്ട്, ഇപ്പോൾ ഉണ്ട്. അതുകൊണ്ട് എനിക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഇത്തരത്തിൽ മുഷിപ്പ് തോന്നുന്ന ഒരു പ്രശ്നം. ചിലപ്പോൾ നിരാശ വരും. നമ്മൾ വിചാരിച്ചു, ഉദാഹരണത്തിന് ഇപ്പോൾ കീഴാറ്റൂർ വയലിലൂടെ ആ വലിയ കണ്ടത്തിൽ വെള്ളം കെട്ടി നിൽക്കുന്ന കണ്ടത്തിൽ ഇങ്ങനെ ചളി കുന്നു കോരിക്കൊണ്ടുവന്ന് ചളിയാക്കി മാറ്റിയിട്ട് അവിടെ റോഡ് വരുത്തുമ്പോൾ നമുക്ക് വളരെ നിരാശ തോന്നും. പക്ഷെ ഈ നിരാശ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ചില പ്രത്യേക ലക്ഷ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കുണ്ടായ ദുരനുഭവങ്ങളുടെ വെളിച്ചത്തിൽ വരുന്നതാണ്. പക്ഷെ അപ്പോൾ പോലും നമ്മൾ ഇതൊക്കെ ആൾക്കാർക്ക് ബോധ്യപ്പെടും. ഇതേ കീഴാറ്റൂരുകാർക്ക് 2 കൊല്ലം കൊണ്ട് അവരെ നിലപാട് തെറ്റായിരുന്നു എന്നുള്ള ബോധത്തിലേക്ക് വരും. പലപ്പോഴും എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഇത് സാവകാശം ബോധ്യപ്പെടുമെങ്കിൽ അത്രയും ബോധ്യപ്പെടുമ്പോഴേക്കും വേണ്ട നാശം വന്നു കഴിഞ്ഞിരിക്കും. ഇതാണ് നമുക്ക് ഹരിത വിപ്ലവത്തിൽ സംഭവിച്ചത്. ഇതാണ് ഈ പറയുന്ന പരിസ്ഥിതി പരിഗണനയില്ലാത്ത എല്ലാ വികസനങ്ങളിലും സംഭവിക്കുന്നത്. ദീർഘവീക്ഷണമില്ലാത്ത ഒരു സമീപനത്തിൻ്റെ ദുരന്തമാണ്. ആ ദുരന്തം നമ്മളെ നേരിട്ടുകൊണ്ടേയിരിക്കും. അതിൽ നമുക്ക് നിരാശ തോന്നിക്കൊണ്ടേയിരിക്കും. കാതലുള്ള ധിക്കാരിയായി സ്വതന്ത്രന്റെ ശബ്ദം ഇനിയും ഒരുപാട് കേൾപ്പിക്കാൻ മാഷ് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. വളരെ ഒരുപാട് നന്ദി.